ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 2025 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നമ്മുടെ എഫേർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠനമെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് ഓരോ ക്ലാസ്സുകളിലൂടെയും അതുപോലെ വരുന്ന വെബിനാറിലൂടെയൊക്കെ നിങ്ങൾക്ക് തരും. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മുടെ ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 100 ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 മാർക്കിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മുടെ 2024 പുതുതായിട്ട് സിലബസ് അപ്ഡേറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഒരു പരീക്ഷ നടത്തുന്നുണ്ടായിരുന്നു. ഏകദേശം 20ഓളം ചോദ്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ? പഠിച്ചാൽ പോരാ, നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഇൻഡെപ്ത് ആയിട്ട് റെഫർ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേറ്റഡ് ക്ലാസ്സുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ ടെക്സ്റ്റ് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനമായി റെഫർ ചെയ്തിരുന്നത്. മുന്നേ നമ്മുടെ 2021 പരീക്ഷ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12ഓളം ചോദ്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റിൽ ടച്ച് ചെയ്ത് വന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് പൗൾട്രിയുടെ അനാട്ടമി, റീപ്രൊഡക്റ്റീവ് അനാട്ടമി അല്ലേ, മെയിൽ അനാട്ടമിയെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റിൽ എങ്ങും പറയുന്നില്ല. കഴിഞ്ഞ 3 പരീക്ഷയിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൽ അനാട്ടമി, പൗൾട്രിയുടെ മെയിൽ അനാട്ടമി ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം. പിന്നെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കുറച്ച് ഹയർ ആയിട്ടുള്ള ടെക്സ്റ്റുകളെല്ലാം റെഫർ ചെയ്ത് വരണം. അപ്പോൾ അതിനുവേണ്ടി സഹകാരി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇപ്രാവശ്യം നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളെല്ലാം നമുക്ക് അടുത്ത വെബിനാറിൽ പറയും. നമുക്ക് ജാനുവരി 2nd വീക്ക് തന്നെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുക്കാനും ഇത്തരത്തിലുള്ള ക്ലാസ്സസ്, അതിന് നോട്ട്സ് എല്ലാം നമുക്ക് കുറച്ച് ക്ലാസ്സും തുടക്കത്തിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ആ ഫ്രീ ക്ലാസ് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന കോഡും കൂടെ വാട്സപ്പ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ എന്ന കോഡ് കൂടെ വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഓഫ്ലൈൻ എന്ന് പറയണം. കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 200 പേരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് നമുക്ക് വരുന്ന 200 പേരെ ആയിരിക്കും നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒറ്റ ബാച്ച് മാത്രമേ റണ്ണിങ് ആയിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. മിൽച്ച് ബ്രീഡ്സ് സാർ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ശരിയാണ്, നമ്മളിതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രീഡ്സിനെ കുറിച്ചൊരു ആമുഖം കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. ബ്രീഡ്സ്, ക്ലാസ്, വെറൈറ്റീസ്, ഇതെല്ലാം എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു 15ൽ കുറയാത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം DND മോഡ് ഓൺ ആക്കി ഇടുക. അതിനുശേഷം നിങ്ങളൊരു 1 മണിക്കൂർ നിങ്ങൾ അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം വളരെ ശ്രദ്ധാപൂർവം കാണുക. അവസാനത്തെ നിമിഷം വരെയും കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവസാനത്തെ നിമിഷത്തെ ചോദ്യോത്തര വേളയിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ പറയാം. ഓക്കെ, അപ്പോൾ മറ്റൊരു സ്ട്രാറ്റജി കൂടെ ഉണ്ട് സഹകാരിയുടെ ക്ലാസ്സുകൾക്ക്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിടാ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ഒരു ഇന്ത്യൻ മിൽച്ച് ബ്രീഡ്സ് എന്ന് പറയുന്ന പ്രധാനമായും 3 ബ്രീഡ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് റെഫറൻസിനുള്ള ബ്രീഡ്സ് കൂടെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ പ്രധാനമായും 3 ബ്രീഡ്സുമായി ബന്ധപ്പെടുത്തി ഇതിന് മുന്നേയുള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 പ്രാവശ്യം മിൽച്ച് ബ്രീഡ്സിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഈ ഒരു ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്ലാസ് പഠിച്ച് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷ നിരന്തരം എഴുതി പ്രാക്ടീസ് ചെയ്ത് അതിനകത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. പിന്നെ നിങ്ങൾ 99 മാർക്കിന് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദീസ് ബ്രീഡ്സ് ഹാവ് കോൺവെക്സ് ഹെഡ് വിത്ത് ഫോൾഡഡ് ലീഫ് ലൈക്ക് ഇയർ? നമുക്ക് അറിയാം അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്തിൻ്റെയാണ്, ഗിറിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ പോയിന്റ് ആണ് നമുക്ക് അറിയാം. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പരീക്ഷയിൽ വന്ന് ചോദ്യം നോക്കൂ. എ ബ്രീഡ് ഓഫ് ക്യാറ്റിൽ വിച്ച് ഈസ് ആൾസോ നോൺ ആസ് കത്തിയാവാരി. കത്തിയാവാരി നോക്കാം. കത്തിയാവാരി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു സിനോണിം ഈ ഒരൊറ്റ ബ്രീഡിനും ടെക്സ്റ്റിൽ പറയുന്നില്ല. പക്ഷേ കത്തിയവാർ ഡിസ്ട്രിക്റ്റിൽ ഉള്ളൊരു ഒറിജിൻ പറയുന്നുണ്ട് ഒരു ബ്രീഡിൻ്റെ അല്ലേ. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ അപ്പോഴും നമുക്ക് സംശയം തോന്നും, നമ്മളിവിടെ ഇങ്ങനെ ഒരു സിനോണിം പഠിച്ചിട്ടില്ലല്ലോ, ഇത് തന്നെയാണോ എന്നൊരു കൃത്യമായിട്ടുള്ള സംശയം നമുക്കവിടെ തോന്നാം അല്ലേ. അപ്പോൾ നോക്കൂ, ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ കൂടെ റൂട്ട്, ഈ ചോദ്യങ്ങളുടെ എല്ലാം റൂട്ട് മനസ്സിലാക്കിയിട്ട് ആ റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകളുമായിട്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകളെ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ റിസൾട്ടാണ്. ഫസ്റ്റ് റാങ്ക് ഹോൾഡർ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട അജീഷ് ലാലാണ്. അജീഷ് ലാലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മളെ ഇവിടെ സഹകാരി അവർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അജീഷും അതുപോലെ നിഷയും. പിന്നെ ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ ക്ഷമിക്കണം കേട്ടോ, വഴക്കിന് നിൽക്കരുത്. കാരണം എനിക്കത് മുബീന ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ 16 റാങ്ക് വേറെ കുറച്ച് പേര് വരാനുണ്ട്, അരുൺ ലാലൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒന്നും പറയരുത്. ഓക്കെ,
അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എനിക്ക് കിട്ടിയ എല്ലാം കൂടെ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയല്ല, ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കണം ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ്. 1 കഴിഞ്ഞാൽ 2 വേണം, 2 കഴിഞ്ഞാൽ 3 വേണം, 4 കഴിഞ്ഞാൽ 5 വേണം. ആ രീതിയിലായിരിക്കണം സഹകാരി റേസ് പ്ലസിന്റെ എല്ലാ മത്സര പരീക്ഷകളും റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ അജേഷ് ലാലിന്റെ പഠനരീതി നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ ഇന്റർവ്യൂ കണ്ടു നോക്കുക. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ GH നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ കോവിഡിന്റെ സമയമാണല്ലോ ഈ സമയം. ആ സമയത്ത് ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നമ്മുടെ അജേഷ് ലാൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കോവിഡിന്റെ സമയത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കണ്ട് ഹെവി ആയിരുന്നു. 48 മണിക്കൂർ വരെ നിർത്താതെ ഡ്യൂട്ടി ചെയ്യുന്ന സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ അദ്ദേഹം പഠിച്ച് ഫസ്റ്റ് റാങ്കിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചെന്നുള്ള കാര്യം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ നമ്മുടെ സഹകാരി വഴി ജോലിയിലേക്ക് പ്രവേശിച്ച ആൾക്കാരെ കുറച്ച്, ഇവിടെയും ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം കുറച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത കുറേ ആൾക്കാർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ് മക്കളെ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സാമിനേഷൻ സ്ട്രാറ്റജിയാണ്. സഹകാരിയുടെ എക്സാമിനേഷൻ സ്ട്രാറ്റജി തന്നെയാണ്. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠന പ്രക്രിയ ഏകദേശം പൂർത്തിയാകും അല്ലേ? ഏകദേശം, അതായത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഓരോ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവസാനത്തെ ചോദ്യോത്തര വേളയിൽ നിങ്ങൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരം പറയാൻ പ്രാപ്തരായിരിക്കും. ആര്? DND മോഡ് ഓൺ ആക്കിയിട്ട് അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർ, അവർ പ്രാപ്തരായിരിക്കും. പക്ഷേ അപ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് പറയുമ്പോഴത്തേക്കും ഒരു ഫാൾസ് കോൺഫിഡൻസ് ആണ്. ആ ഫാൾസ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പോയി പോകും. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പരീക്ഷ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏകദേശം എല്ലാം ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്നതൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ നോക്കൂ, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഈ പരീക്ഷ ഒന്നുകൂടെ എടുത്ത് എഴുതുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ആ ഒരു മൈൻഡിലുള്ള എത്രത്തോളം ഇത് ക്ലിയർ ആണ്, ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഈ പരീക്ഷകൾ കൃത്യമായ ഇടവേളകളിൽ റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ എന്താ പറയുക, നമ്മൾ സഹകാരി ഇപ്പോൾ പുതിയൊരു ക്യാമ്പയിൻ എന്താണ്, പുഞ്ചിരി പടരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ. പുഞ്ചിരി എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ മനുഷ്യരുടെ മുഖത്ത് മാത്രമല്ല, ഓരോ കുടുംബങ്ങളുടെ മുഖത്തും ആ പുഞ്ചിരി എത്തത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു സഹകാരിയുടെ ഓവറാൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഉണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, കാരണം നമുക്ക് അല്ലെങ്കിൽ ടൈം ഒരുപാട് കൺസ്യൂമിങ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഒരുപാട് സമയം കളയാൻ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് നോക്കുന്നത് സഹിവാൾ എന്ന് പറയുന്ന ബ്രീഡാണ്. സഹിവാളിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ ആ കൂടി 4-5 വരികൾ മാത്രമാണ് ഉള്ളത്. നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, നോക്കാം. നമുക്കറിയാം നമ്മുടെ ബ്രീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഇന്ത്യയിലുള്ള ബ്രീഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മിൽച്ച് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളത് അല്ലെ, മിൽക്കിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്ന ബ്രീഡ്സ്. അതുപോലെ പിന്നെ എന്താണ് ഡ്യുവൽ പർപ്പസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബ്രീഡ്സ്. അതുപോലെ എന്താണ് നമ്മുടെ ഡ്രോട്ട് പേർപ്പസിന് വേണ്ടിയിട്ട്, വർക്ക് പർപ്പസിന് വേണ്ടി നമ്മൾ വളർത്തുന്ന ആനിമൽസ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് പ്രധാനമായും ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇന്ന് നമുക്ക് 3 ബ്രീഡ്സ് ആണ് നമ്മുടെ മിൽച്ച് ബ്രീഡ്സിൽ പഠിക്കാനുള്ളത്. കുറച്ചധികം ബ്രീഡ്സ് നമ്മുടെ LPMന്റെ ബുക്കിലൊക്കെ റെഫറൻസ് ഉണ്ട്, അതായത് നമ്മുടെ BVSCക്കാരുടെ ബുക്കിൽ റെഫറൻസ് ഉണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഇന്നല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സഹിവാൾ നോക്കാം. സഹിവാൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ നോട്ട് ഇവിടെ പ്രത്യേകം ഞാൻ എടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിവാൾ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇൻ ടേംസ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് എന്ന് പറയുമ്പോൾ സഹിവാൾ തന്നെയാണ് കേട്ടോ, സഹിവാൾ. അപ്പോൾ ഈ സഹിവാൾ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് ഈ ബ്രീഡിനെ തിരിച്ചറിയാം, അതുപോലെ എന്തൊക്കെയാണ് ഇത് ഡിമാർക്കിംഗ് ക്യാരക്ടേഴ്സ് അല്ലെ, അതിൻ്റെ പ്രത്യേക ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ ഒരു ചോദ്യം വരാൻ പോകുന്ന പ്രധാനമായിട്ട് എവിടെയായിരിക്കും, സിനോണിം എന്നായിരിക്കും അല്ലേ. അതുപോലെ ഒറിജിൻ വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ നമ്മളെല്ലാവരും എഴുതാൻ സാധ്യതയുള്ള കാര്യമാണ് ഒറിജിൻ. അപ്പോൾ നോക്കാം എന്താ ഒറിജിനിന്റെ. മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ അല്ലേ, പാകിസ്ഥാനിലാണ്. ശരിക്കും നമുക്ക് ഇന്ത്യൻ ബ്രീഡ് തന്നെയാണ്, എന്നാൽ കൂടിയും ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്ന പാകിസ്ഥാനിലാണ്. നേരത്തെ അറിയാലോ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒറിജിൻ എവിടെയാണ്? മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ. നമ്മുടെ അഡീഷണൽ റെഫറൻസ് നോക്കാം. ഫിറോസ്പൂർ ആൻഡ് അമൃത്സർ ഡിസ്ട്രിക്ട്സ് ഓഫ് പഞ്ചാബ് ആൻഡ് ശ്രീഗനഗർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ കേട്ടോ. ഈ 2 സ്ഥലത്താണ് അതിന്റെ ബ്രീഡിംഗ് ട്രാക്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ NDDB വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഒറിജിൻ ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം. ബ്രീഡിംഗ് ട്രാക്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാം. കാരണം ഞാൻ ഈ ബോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് ടെക്സ്റ്റിലില്ലാത്ത അഡീഷണൽ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന കാര്യം പൂട്ടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എന്താണ് സഹിവാളിന്റെ ഒറിജിൻ എവിടെയാണ്? മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ മോൺഗോമറി ഡിസ്ട്രിക്റ്റ് ആണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. മോൺഗോമറി കണ്ടോ, ഇതിന്റെ തല കണ്ടാൽ തന്നെ ഒരു മൗണ്ട് പോലെ ഇങ്ങനെ ഇരിക്കില്ലടാ. യെസ്, അതെന്താണ് മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ. പിന്നെ ഇതിന്റെ ബ്രീഡിംഗ് ട്രാക്റ്റും കൂടെ നിങ്ങളൊന്ന്
ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. കാരണം ഇത് പഠിപ്പിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഓപ്ഷനിൽ കാണുമ്പോഴത്തേക്കും ഒന്ന് ക്ലിക്ക് ആകാൻ വേണ്ടിയാണ് എന്താ ഫിറോസ്പൂർ ആൻഡ് അമൃത്സർ ഡിസ്ട്രിക്ട് ഓഫ് പഞ്ചാബ്, അതുപോലെ ശ്രീഗംഗനാർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ, ഈ 2 കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സിനോണിം നോക്കാം. എന്താണ് സിനോണിം? അപരനാമങ്ങൾ അല്ലെ. ലോല എന്ന് വിളിക്കുന്നു ആരിനെ? സഖിവാളിനെ. ലോല എന്ന് വിളിക്കുമ്പോഴത്തേക്കും അതിന്റെ കാരണം നിങ്ങൾ നോക്കുക, ലൂസ് സ്കിൻ, വളരെയധികം ലൂസായ സ്കിന്നാണ്. കാരണം നമുക്ക് ഈ സഖിവാളിന്റെ ബ്രീഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ നമുക്കൊരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കൈക്കകത്തേക്ക് നല്ല പ്ലയബിൾ ആയിട്ടുള്ള സ്കിൻ കിട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള ഒരു ബ്രീഡാണ് എന്ത് നമ്മുടെ ഈ സഖിവാൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ലോല എന്ന് പറയുന്ന പേര്. അതിലോലയാണ് അവൾ. സഖിവാൾ അതിലോലയാണ്, ശ്രദ്ധിക്കൂ. അതുപോലെ മിൻകുമ്രെ അല്ലെങ്കിൽ മോൺഗോമറിയുടെ ഒരു നാടിന് വാക്കാണ് എന്ത് മിൻകുമ്രെ എന്നിങ്ങനെ പറയപ്പെടുന്നത്. മിൻകുമ്രെ അല്ലെങ്കിൽ മോൺഗോമറി എന്ന് ഇതിനറിയപ്പെടുന്നു. കാരണം എന്താ? മോൺഗോമറിയിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. അപ്പോൾ സിനോണിംസ് നമ്മളെല്ലാം മനസ്സിലാക്കി വരികയാണ്. എന്താണ്? ലോല അല്ലെ, വളരെ മനോഹരിയാണ് അവൾ. അതുപോലെ എന്താണ്? മിൻകുമ്രെ അല്ലെങ്കിൽ മോൺഗോമറി. പിന്നെ ലംബി ബാർ എന്നറിയപ്പെടുന്നു. ലംബി ബാർ എന്നറിയപ്പെടുന്നു. നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത പേരാണ് കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്ത പേര് വെച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നത് അല്ലേ. അപ്പൊ നമ്മൾ നിലവിൽ നമ്മുടെ NDDB വെബ്സൈറ്റ് പറഞ്ഞിരിക്കുന്ന മിക്കവാറും എല്ലാ പേരും നമ്മൾ നോക്കിപ്പോണം. പ്രധാനപ്പെട്ട ലംബി ബാർ അല്ലെ മുൾട്ടാനി എന്നറിയപ്പെടുന്നു. എന്താണ്? മുൾട്ടാനി എന്നറിയപ്പെടുന്നു. തേലി എന്നൊരു പേര് മാർക്കുണ്ട്, സഖിവാളിനുണ്ട്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? നോക്കാം ഏതൊക്കെയാ പേര്, ഒന്ന് കണ്ണടച്ചു പറഞ്ഞേ. ലോല അല്ലെ, മിൻഗോമറി അല്ലെങ്കിൽ എന്താണ് മോൺഗോമറി, അതുപോലെ ലംബി ബാർ, മുൾട്ടാനി, തേലി. ഒന്ന് പാട്ട് പോലെ പറഞ്ഞേ. ലോല, മോൺഗോമറി, ലംബി ബാർ, മുൾട്ടാനി ആൻഡ് തേലി. എന്തൊക്കെയാണ്? ലോല, മിൻഗോമറി അല്ലെ, എന്താണ് ലംബി ബാർ നീളമുള്ളത് അല്ലെ, ലംബി ബാർ, മുൾട്ടാനി, അതുപോലെ തേലി അല്ലെ. മുൾട്ടാനി മിട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട്? മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞാൽ മുൾട്ടാൻ എന്നുള്ള മണ്ണ് അല്ലെ. അതാണ് നമ്മുടെ ഈ മുഖത്തൊക്കെ ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന അത് ഏകദേശം ഈ കളർ അല്ലേ? ഈ കളറാണ് മുൾട്ടാനി മിട്ടിയുടെ കളർ അല്ലേ. അപ്പൊ എന്താണ്? മുൾട്ടാനി ആൻഡ് തേലി. എന്തൊക്കെയാണ്? ലോല, മോൺഗോമറി, ലംബി ബാർ, മുൾട്ടാനി ആൻഡ് തേലിയാണ് സഖിവാളിന് ഇപ്പോൾ നിലവില് നമ്മുടെ NDDB കൊടുത്തിരിക്കുന്ന സിനോണിംസ്. ഓക്കെ, പുസ്തകത്തിൽ ഏതൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? പുസ്തകത്തിൽ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ 2 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക തന്നെ വേണം. ഓക്കെ അല്ലേ? ഇനി നോക്കാം, കളർ ഷെയ്ഡ് നോക്കാം. വേരിയസ് ഷെയ്ഡ്സ് ഓഫ് റെഡിന്റെ വേരിയസ് ഷെയ്ഡ്സ് ആണ് കാണപ്പെടുന്നത്. അതുപോലെ ഒക്കേഷണലി ദെയർ ആർ വൈറ്റ് പാച്ചസ് ആൾസോ സീൻ. ചിലതിലാണെങ്കിൽ വൈറ്റ് പാച്ചസ് കണ്ടാലും എന്തല്ല, സഖിവാൾ അല്ല നിങ്ങൾ പറയേണ്ട. സഖിവാളിന് വൈറ്റ് പാച്ചസ് ഉള്ള സഖിവാളും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. വൈറ്റ് പാച്ചസും ഉണ്ട്. സാധാരണ നമുക്കറിയാം എന്താ ബ്രീഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. ബ്രീഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് അടുത്ത ജനറേഷനിലേക്ക് കൈമാറണം അല്ലേ. അതായത് നമുക്കറിയാം എന്ത് ഒക്കേഷണലി എന്താണ് വേരിയസ് ഷെയ്ഡ്സ് ഓഫ് റെഡ് ആണ് സഖിവാളിന്റെ ബ്രീഡ് ക്യാരക്ടർ എന്ന് നമ്മൾ പഠിച്ചു വെക്കുന്നു. അപ്പോൾ കറുപ്പും വെളുപ്പുള്ള പശുവിനെ കാണിച്ചിട്ട് ഇതിന് സഖിവാളിന്റെ മറ്റെല്ലാ ക്യാരക്ടറും ഇല്ലേ, കറുപ്പും വെളുപ്പും ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കളറിൽ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഒക്കേഷണലി ദെയർ ആർ വൈറ്റ് പാച്ചസ് ആൾസോ സീൻ എന്ന് നമ്മൾ പറഞ്ഞുള്ളത്. എന്താണ്? കറുപ്പും വെളുപ്പും ഒരിക്കലും വരികയല്ല അല്ലേ. അത് ഏതാണ് കൃത്യമായിട്ട് പറയാൻ നമ്മുടെ HFന്റെ ഡിമാർക്കിംഗ് കളറാണ് അല്ലേ, കറുപ്പും വെളുപ്പും അല്ലേ, പാണ്ടി പശു നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ നോക്കാം കളർ എന്തൊക്കെയാണ്? വേരിയസ് ഷെയ്ഡ്സ് ഓഫ് റെഡ്. അതുപോലെ ദെയർ ആർ വൈറ്റ് പാച്ചസ് ആൾസോ സീൻ ഇൻ സം കേസസ്. ചിലതിൽ വൈറ്റ് പാച്ചസ്, കൊച്ചു വൈറ്റ് സ്പോട്ട്സും കാണാറ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ലാക്ടേഷൻ ഇതുവരെ ഒരു പരീക്ഷയ്ക്കും ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ കൂടിയും 2500 കിലോഗ്രാം എന്ന് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞത് കൊണ്ട് നമുക്ക് ലാക്ടേഷൻ 2500 പഠിച്ചു വെക്കണം. അപ്പം നമ്മുടെ ഏതാണ് LPMന്റെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1700, 2500 അങ്ങനെ കൊടുത്തിട്ടുള്ളത്. 3000 മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഹയറും ലോവറും റെക്കോർഡ് ആയിട്ടുള്ള ഹയറും ലോവറും അതിൻ്റെ ഒരു ആവറേജ് ആണ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. 2500 കിലോഗ്രാം പെർ ലാക്ടേഷൻ. ഒരു ലാക്ടേഷൻ പീരീഡ് എത്രയാണ്? 300 ദിവസത്തെ മിൽക്ക് ഈൽഡാണ് നമ്മൾ ഒരു ലാക്ടേഷനായി കണക്കാക്കപ്പെടുന്നത് കേട്ടോ. 300 ഡേയ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ക്യാരക്ടേഴ്സ് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്താ? ലൂസ് സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് തന്നെയാണ് എടുത്തു പറയുന്നത്. അതുപോലെ വൊളൂമിനസ് ഡ്യൂലാപ്പ് കണ്ടാൽ നമുക്കറിയാം. എന്താ കണ്ടോ? ഇങ്ങനെ തൂങ്ങി അങ്ങ് കിടക്കും അല്ലേ. ഡ്യൂലാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബോഡി പാർട്സിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്? ഈ ഒരു ഭാഗമാണ് ഡ്യൂലാപ്പ് അല്ലെ. നെക്കിന്റെ താഴോട്ട് തൂങ്ങി കിടക്കുന്ന സ്കിന്നി ആയിട്ടുള്ള ഭാഗമാണ് എന്താ? ഡ്യൂലാപ്പ്. അതിനൊരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അല്ല, ഒരു കൃത്യമായ വാക്ക് പറയുന്നത് വൊളൂമിനസ് ഡ്യൂലാപ്പ് അല്ലേ. ഇതുമാതിരി ഇത്രയും ഡ്യൂലാപ്പുള്ള വേറൊരു അനിമൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. വൊളൂമിനസ് ഡ്യൂലാപ്പ്. അതുപോലെ പെൻഡുലസ് ഷീത്ത് ഇൻ
ബുൾസ്, ബുള്ള് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീത്ത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ബൊവൈൻസിൽ കാണപ്പെടുന്ന പെനിസിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്കിന്നി കവറിങ്ങിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഷീത്ത് എന്ന് പറയാ അല്ലെ. അപ്പൊ നമുക്ക് ഷീത്ത് ഇതാ ഇവിടെ ആയിരിക്കും, ഇത് പശുവാണ്, എന്നാൽ അവിടെ ഒരു എന്താ പറയാ, അവിടെ നേവൽ ഫ്ലാപ്പ് ഉണ്ട്. നേവൽ ഫ്ലാപ്പിന്റെ പകരം ഇവിടെ ഇങ്ങനെ ഷീത്ത് ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഏതിന്? നമ്മുടെ ബുള്ളിന്. ഓക്കെയാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. അതുപോലെ മാസീവ് ഹമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ ഇന്ത്യൻ കാറ്റിലിനും ഹമ്പ് ഉണ്ടാവും അല്ലെ. നമുക്കറിയാം നമ്മുടെ എക്സോട്ടിക് കാറ്റിലിനെ അപേക്ഷിച്ച് ഇന്ത്യൻ കാറ്റിലെ പ്രധാനപ്പെട്ട പ്രത്യേകത ഹമ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 ഇഞ്ച്, ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതൊന്ന് ചോദ്യം ചോദിക്കാം. എന്താണ്? 3 ഇഞ്ചിൽ കുറവുള്ള ഷോർട്ട് ആയിട്ടുള്ള കട്ടിയുള്ള ഹോൺസ്. നിങ്ങൾക്ക് ഈ ഹോൺ കണ്ടാൽ കൃത്യമായിട്ട് അറിയാം, ഏകദേശം 3 ഇഞ്ചോളം മാത്രമേ അതിന് നീളമുള്ളൂ. മാത്രമല്ല അത്യാവശ്യം നല്ല ബേസൊക്കെ നല്ല കട്ടിയുള്ള ഷോർട്ട് ആയിട്ടുള്ള തിക്കുള്ള ഹോൺസ്, തിക്കായിട്ടുള്ള ഹോൺസ് ആണ് നമ്മുടെ സഖിവാളിന് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ. ക്യാരക്ടേഴ്സ് നോക്കാം. ലൂസ് സ്കിൻ, വൊളൂമിനസ് ഡ്യൂലാപ്പ്, അതുപോലെ വെൽ ഡെവലപ്ഡ് അഡർ എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാത്തിനും നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ മിൽച്ച് ബ്രീഡ്സിനും വെൽ ഡെവലപ്ഡ് അഡർ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ ബ്രീഡ്സുകൾ തമ്മിൽ അതിന് വ്യത്യാസം ഇല്ലാത്ത എടുത്ത് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. നോക്കാം. അതുപോലെ ലൂസ് സ്കിൻ, വൊളൂമിനസ് ഡ്യൂലാപ്പ്, പെൻഡുലസ് ഷീത്ത് ഇൻ ബുൾസിൽ പെൻഡുലസ് ആയിട്ടുള്ള ഷീത്ത്, മാസീവ് ഹമ്പ്, ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 ഇഞ്ച്. അപ്പോൾ മിക്കവാറും എല്ലാ ബ്രീഡ്സിനും ഇതൊക്കെ ഒരുവിധം കോമൺ ആയിട്ട് വരും. പക്ഷേ ഈ ഹോണിന്റെ ക്യാരക്ടർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്താ മറ്റു പല ബ്രീഡ്സിലും ഹോണിന്റെ ക്യാരക്ടർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വ്യത്യാസമുള്ള ക്യാരക്ടർ ഏതാണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അടുത്ത ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബീഡ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബീഡ് ഏതാണാ? സഖിവാളാണ് അല്ലേ. സഖിവാളാണ്. ഇതിന്റെ ബുള്ളോക്സിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ലെത്താർജിക് ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ബുള്ളോക്സ് ആണ്. പക്ഷേ അവരൊരു സ്ലോ വർക്കിനൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ ഡ്യുവൽ പർപ്പസ് എന്ന് പറയാത്തത്? ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മിൽക്കിന് വേണ്ടിയാണ് വളർത്തുന്നത് അല്ലേ. മിൽക്കിന് വേണ്ടിയാണ്. പിന്നെ ഉള്ള ബുള്ളിനെ വേണമെങ്കിൽ വർക്കിന് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഓക്കെ, എക്സ്ട്രാ പോയിന്റ് ഇതും കൂടെ നോക്കി വെച്ചോളൂ. കൺസിഡറിങ് ദ മെറിറ്റ്സ് ഓഫ് ദിസ് ബ്രീഡ്, ഈ ബ്രീഡിന്റെ മെറിറ്റ്സ് കണക്കിലെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ ഈ അനിമലിനെ അവരിത് കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഓസ്ട്രേലിയൻ മിൽക്കിംഗ് സെബു എന്ന് പറയുന്ന ഒരു ക്യാറ്റിനെ, ഒരു സിന്തറ്റിക് ക്രോസിനെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഖിവാളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഷോർട്ടായിട്ട് ഒരു പക്ഷേ എക്സ്ട്രാ ചോദിക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ്. എന്താണ്? അമേരിക്കൻ മിൽക്കിംഗ് സെബു എന്ന് പറയുന്ന അനിമലിന്റെ ഇന്ത്യൻ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സഖിവാളിൽ നിന്നാണ്. ഓക്കെ, അമേരിക്കൻ മിൽക്കിംഗ് സെബു എന്നറിയപ്പെടുന്ന സിന്തറ്റിക് ക്രോസ് ബ്രീഡിന്റെ ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ പാരന്റ് ആരെന്ന് ചോദിച്ചാൽ ഒരാൾ ആരാണ്? സഖിവാളാണ്. ഓക്കെ അല്ലേടാ. അപ്പൊ സഖിവാളിനെ കുറിച്ച് ഇതിൽ കൂടുതൽ നിങ്ങൾ ഒന്നും പഠിക്കണ്ട, ഇതിനപ്പുറത്തേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ്? ഒന്നുകൂടെ നോക്കാം. ഒറിജിൻ മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ, അതുപോലെ എന്താണ് ഫിറോസ്പൂർ ആൻഡ് അമൃത്സർ ഡിസ്ട്രിക്ട് ഓഫ് പഞ്ചാബ്, അതുപോലെ ശ്രീഗംഗാനഗർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ. ഇതാണ് നമ്മുടെ മറ്റ് ബ്രീഡിംഗ് ട്രാക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ അതിന്റെ സിനോണിം നോക്കാം. ലോല ആൻഡ് മോൺഗോമറി, അതുപോലെ ലംബിബാർ എന്നും മുൾട്ടാനി എന്നും തേലി എന്നും അറിയപ്പെടുന്നു. അതുപോലെ കളർ വേരിയേഷൻസ് എടുത്താൽ റെഡ് ആണ്, അതുപോലെ വൈറ്റ് പാച്ചസും ഉണ്ട്. ലാക്ടേഷൻ എടുത്താൽ 2500 കിലോഗ്രാം ആണ് 300 ദിവസം നമുക്ക് കിട്ടുന്ന ലാക്ടേഷൻ. ക്യാരക്ടർ എടുത്താൽ എന്തൊക്കെയാണ്? ഇതെല്ലാം നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഇത് പഠിച്ചു വെച്ചേക്കാം. ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 ഇഞ്ച്. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ പറയുന്ന പോലെ ഈ പരീക്ഷ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചു പോകും പിള്ളേരെ. നിങ്ങൾ അറിയാതെ പഠിച്ചു പോകും. ഒരുപക്ഷെ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ടീച്ചറെ പോലെ അല്ലേ, എന്നെക്കാൾ ഇത് പറയാൻ പറ്റുന്ന, പഠിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു ടീച്ചറായിട്ട് മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, ആ രീതിയിലാവുക നിങ്ങൾ. അതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓക്കെ അല്ലടാ. അതുപോലെ എന്താണ്? ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് എന്ന പേരാണ്. ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് എന്നറിയപ്പെടുന്ന ആരാണ്? സഖിവാളാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്താണ്? AMZ അല്ലേ, എന്താണ് ഓസ്ട്രേലിയൻ മിൽക്കിംഗ് സെബു എന്ന് പറയുന്നത് സിന്തറ്റിക് ക്രോസ് ബ്രീഡിന്റെ പാരന്റ് ആയിട്ട് ഓസ്ട്രേലിയ നമ്മുടെ ഈ അനിമലിനെ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി അവർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ നോക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് സിന്ധി നോക്കാം. സിന്ധി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സിന്ധി. എന്താണ്? നമ്മുടെ ഗ്രേഡിംഗ് അപ്പിനെ കുറിച്ച് അല്ലേ. ഗ്രേഡിംഗ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ്? ഓവിങ് ടു ദ സ്മോൾ സൈസ്, അഡാപ്റ്റബിലിറ്റി ടു വേരിയസ് ക്ലൈമറ്റ്സ്, ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് സിന്ധി കാറ്റൽ അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ സിന്ധി കാറ്റൽ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ഗ്രേഡിംഗ് അപ്പ് ഇൻ ഇന്ത്യ അല്ലേ. ഇന്ത്യയിൽ ഗ്രേഡിംഗ് അപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രീഡാണ് സിന്ധി എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് ഈ ക്രോസ് ബ്രീഡിംഗ് പോളിസിയൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ പല സിനിമകളിലും
എടുത്ത് പരിശോധിച്ച റഫറൻസ് ഉണ്ടായിരിക്കില്ല. സിന്ധി പശു അല്ലേ, എൻ്റെ വീട്ടിലെ സിന്ധി പശു എന്നൊരു പേര് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചോദിക്കും സിന്ധി പശുവിനെ ആരെങ്കിലും ഇമ്പോർട്ട് ചെയ്താണോ? അല്ല. ഗ്രേഡിംഗ് അപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഏകദേശം 6 ജനറേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്യൂർ ആയിട്ടുള്ള സിന്ധി ബുൾസിനെ വെച്ച് ക്രോസ് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ കൗവിനെ ഗ്രേഡ് അപ്പ് ചെയ്ത് ഗ്രേഡഡ് സിന്ധിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ പണ്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലോക്കലായിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്താണ്, തനത് ബ്രീഡുകളൊന്നും ഇല്ല ആ കാലത്ത്. ബാക്കിയുള്ള എല്ലാം നോൺ ഡെസ്ക്രിപ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. സൗത്ത് ഇന്ത്യയിൽ അല്ലേ, പ്രധാനമായിട്ട് ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ മിൽച്ച് ബ്രീഡ്സ് കാണപ്പെടുന്നത്? കാരണം അത്രേ ഉള്ളൂ, അവിടെ തണുപ്പുള്ള കാലാവസ്ഥയാണല്ലേ. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഏതൊക്കെയാണ്. നമ്മുടെ പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിലും ഗുജറാത്ത്, അവിടെയൊക്കെ നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ എല്ലാം ബ്രീഡിംഗ് ട്രാക്കിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം തണുപ്പുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആനിമൽസിന് കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ കാണാൻ സാധ്യത ഏറെയാണ് അല്ലേ, ഏറെയാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം അവർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ഇന്ത്യൻ ക്യാറ്റിനെ വെച്ച് നമുക്ക് ഗ്രേഡിംഗ് അപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് ആരെയാണ്? ആദ്യമായിട്ട് സിന്ധിയെയാണ്. കേരളത്തിലൊക്കെ മൊത്തം നോൺ ഡെസ്ക്രിപ്റ്റ് ആനിമൽസ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ബ്രീഡുണ്ട്, നമുക്കറിയാം. ഏതാണ്? വെച്ചൂർ പശു. ഏതാണ്? വെച്ചൂർ പശു അല്ലേ. വെച്ചൂർ പശുവിന്റെ പ്രത്യേകത എന്താണ്ടാ? ലോകത്തിലെ ഏറ്റവും ചെറിയ ഡയറി ബ്രീഡ് എന്നറിയപ്പെടുന്ന ആരാണ്? വെച്ചൂർ പശുവാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഡയറി ബ്രീഡ് കേട്ടോ. ഏറ്റവും ചെറിയ ബ്രീഡല്ല, ഏറ്റവും ചെറിയ ഡയറി ബ്രീഡ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു എന്നറിയപ്പെടുന്ന ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമ്മുടെ മാണിക്യം എന്നറിയപ്പെടുന്ന വെച്ചൂർ പശുവിനാണ് ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളത് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ സിന്ധി നോക്കാം. സിന്ധിയുടെ ഒറിജിൻ പേര് തന്നെയുണ്ട്, സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ അതിനെ കൊഹിസ്ഥാൻ എന്ന് വിളിക്കുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിന്ധ് പ്രൊവിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഉയർന്ന മലനിരകളാൽ ചുറ്റപ്പെട്ട ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിന് മറ്റൊരു പേര് എന്താണ്? കൊഹിസ്ഥാൻ. എന്താണ് കൊഹിസ്ഥാൻ? ഇത് ടെക്സ്റ്റിലുള്ളതല്ല, നമ്മൾ അല്ലാത്ത ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. ഈ സ്ഥലത്തിന് മറ്റൊരു പേര് കൊടുത്താണ് കൊഹിസ്ഥാൻ അല്ലേ. കൊഹിസ്ഥാൻ മറന്നു പോകരുത്. ഓപ്ഷനിൽ കാണുമ്പോഴത്തേക്കും അയ്യോ പുസ്തകത്തിലൊന്നും ഇല്ലല്ലോ, പഠിപ്പിച്ചില്ലോ എന്ന് വിചാരിക്കുന്നതാണ്. കൊഹിസ്ഥാൻ ഓക്കെ അല്ലേ. ഓക്കെ അല്ലേടാ. എന്താണ്? കൊഹിസ്ഥാൻ ഓക്കെ. സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിന്ധിയുടെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനും എഴുതും അല്ലേ. അതുകൊണ്ട് ഓപ്ഷനിൽ എന്തായിരിക്കും? കൊഹിസ്ഥാൻ എന്നായിരിക്കും കിടക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, സഹകാരിയുടെ പിള്ളേർ എന്താണ് അത് കൃത്യമായിട്ട് എഴുതും. നമ്മുടെ കുട്ടികൾ 1 മാർക്കിന് മുന്നിലെത്തും, അവർക്ക് 1 റാങ്ക് കിട്ടുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് തന്നെ സിനോണിമിലേക്ക് പോകാം. ഇതരനാമങ്ങൾ അല്ലെങ്കിൽ അപരനാമങ്ങൾ. റെഡ് സിന്ധി എന്നറിയപ്പെടുന്നു സിന്ധി. റെഡ് കറാച്ചി എന്നറിയപ്പെടുന്നു. കറാച്ചി പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ് അല്ലെ. റെഡ് കറാച്ചി എന്നറിയപ്പെടുന്നു. സ്കിന്തി എന്നറിയപ്പെടുന്നു. അതുപോലെ മാലിർ എന്നും അറിയപ്പെടുന്നു. നമുക്ക് മാലിർ എന്ന് പറയുന്ന പേര് ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ NDDBയുടെ വെബ്സൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ മാലിർ എന്ന് പറയുന്ന പേര് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ ആണോ. സിന്ധിയുടെ മറ്റൊരു പേരാണ് എന്താ? മാലിർ. റെഡ് കറാച്ചി എന്നായാലും സ്കിന്തി എന്നായാലും റെഡ് സിന്ധി എന്നായാലും നമുക്ക് എന്താണ്, അതിലെല്ലാം റെഫറൻസ് ഉണ്ട് സിന്ധി എന്നല്ലേ. സിന്ധിയുടെ റെഫറൻസ് ഉണ്ട്. അതുപോലെ സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ റെഫറൻസ് ഉണ്ട്. റെഫറൻസ് ഇല്ലാത്ത 2 പോയിന്റായി വരച്ചിട്ടിരിക്കുന്നത് എന്താണ്? ഒറിജിൻ എന്താണ്? സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ, അതുപോലെ കൊഹിസ്ഥാൻ. അതുപോലെ ഇതുമായിട്ട് റെഫറൻസ് ഇല്ലാത്ത മറ്റൊരു പേരെന്താണ്? മാലിർ. എന്താണ്? മാലിർ. കൃത്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങളെ കുഴപ്പിക്കാൻ ചോദിക്കാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ. ഇനി കളർ നോക്കാം. കളർ ഡാർക്ക് റെഡ് ആണ്. അതുപോലെ ബുൾസിനെ എടുത്താൽ കുറച്ചും കൂടെ ഡാർക്കർ കളർ ആയിരിക്കും. നിങ്ങൾക്കൂടെ ഫീമെയിലിനെയും കാണാം, മെയിലിനെയും കാണാൻ പറ്റും. ഫീമെയിൽ ആകുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് റെഡ് ആണ്. ബുൾസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇരുണ്ട നിറമാണ് സിന്ധിയുടെ ബുള്ളിന് ഉള്ളത്. ഓക്കെ അല്ലേ. ലാക്ടേഷൻ നോക്കുമ്പോഴത്തേക്കും എത്ര? 2000 കിലോഗ്രാം. 2000 കിലോഗ്രാം. ഇനി നമ്മൾ ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് സഹിവാൾ എന്ന് പഠിച്ചതുപോലെ മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ് എന്ന് ചോദിച്ചാൽ ആരാണ്? സിന്ധിയാണ്. എങ്ങനെയാണ് ഇത് ഇക്കണോമിക്കൽ ആകുന്നത്? കുറച്ചുകൂടെ സ്മാളർ സൈസ് ആണ് അല്ലേ. കുറച്ചുകൂടെ സ്മാളർ സൈസ് ആണ്. നോക്ക്, ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇക്കണോമിക്കൽ ആകുന്നതെന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ എടുത്ത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ഗ്രേഡിംഗ് അപ്പിന് വേണ്ടി ഉപയോഗിച്ചത്. എന്തൊക്കെയാ കാരണം? സ്മാൾ സൈസോ, അഡാപ്റ്റബിലിറ്റി ടു വേരിയസ് ക്ലൈമറ്റ്സ്. ക്ലൈമറ്റ് ചൂടുള്ളതായാലും തണുപ്പുള്ളതായാലും അവിടെയെല്ലാം അഡാപ്റ്റ് ചെയ്യാനുള്ള ശേഷി ആർക്കുണ്ട്? സിന്ധിക്കുണ്ട്. അതുപോലെ ഡിസീസ് റെസിസ്റ്റൻസ് അല്ലേ, വേരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്കെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി എക്സ്ട്രാ ഉള്ള ഒരു അനിമലാണ് ആര്? സിന്ധി. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതിനെ മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എമംഗ് ഇന്ത്യൻ ബ്രീഡ് എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? അസേഷൻ ആൻഡ് റീസൺ. അസേഷൻ പറയുന്നു എന്താണ്? സിന്ധിയെ മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എമംഗ് ഇന്ത്യൻ ബ്രീഡ് എന്ന് പറയപ്പെടുന്നു.
അപ്പോൾ രണ്ടാമത് റീസണിൽ പറയുന്നു ബിക്കോസ് സിന്ധിയാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഉള്ള ഇന്ത്യൻ ബ്രീഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കുമ്പോൾ അസേർഷൻ ഓക്കെ മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസർ റീസൺ ഏകദേശം കാരണമാകുന്ന കാര്യമാണല്ലോ. ഏത് ഓപ്ഷനിലേക്ക് പോകും? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. എന്താ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം അനുമാനം പറയും, ആ അനുമാനത്തെ സാധൂകരിക്കുന്ന കാരണവും പറഞ്ഞിരിക്കും. ഓപ്ഷൻ എന്തൊക്കെയായിരിക്കും? അനുമാനവും കാരണവും ശരിയാണ്, കാരണം അസേർഷന്റെ അല്ലെങ്കിൽ അനുമാനത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? അനുമാനവും കാരണവും ശരിയാണ്, പക്ഷെ എന്താണ് എന്തല്ല ഈ പറഞ്ഞ കാരണം മോളിൽ പറഞ്ഞിരിക്കുന്ന അസേർഷന്റെ കൃത്യമായിട്ടുള്ള കാരണമല്ല എന്ന രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും? ഓൺലി എ ഈസ് കറക്റ്റ്. നാലാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും? ഓൺലി റീസൺ ഈസ് കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓൺലി എ ഈസ് കറക്റ്റ് എന്നായിരിക്കും. കാരണം എന്താ? എന്തുകൊണ്ടാണ്? അതിന്റെ കറക്റ്റ് റീസൺ എന്താണ്? ഓവിങ് ടു ദെയർ സ്മാൾ സൈസ്, അഡാപ്റ്റബിലിറ്റി ടു വേരിയസ് ക്ലൈമറ്റ്സ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഇതിനെ മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എമംഗ് ഇന്ത്യൻ ബ്രീഡ് എന്ന് വിളിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായ? ഇങ്ങനെ നിങ്ങൾ ചോദ്യം ഉണ്ടാക്കാൻ പഠിക്കണം. ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഡിഫറെന്റ് ആംഗിളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പൊന്നു മക്കളെ നിങ്ങളെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നോക്കാം. അപ്പൊ എന്തൊക്കെയാ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്? മീഡിയം സൈസാണ്, കണ്ടില്ലേ? മീഡിയം സൈസാ. വൊളൂമിനസ്, ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്. ഷീത്തും അതുപോലെ ഡ്യൂലാപ്പും വൊളൂമിനസ് തന്നെയാണ്, മറ്റതുപോലെ തന്നെയാണല്ലേ, വ്യത്യാസമൊന്നുമില്ല. സൈസിൽ മാത്രമാണ് ഒരു വ്യത്യാസം നമ്മൾ പഠിച്ചല്ലേ? വൊളൂമിനസ്, ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്. ഹെവി ഹമ്പ്, നേരത്തെ അവിടത്തെ പോലെ തന്നെ ഇവിടെയും കൃത്യമായി പഠിക്കേണ്ടതില്ല. കപ്പേഷ്യസ് ആഡർ, അവിടത്തെ പോലെ തന്നെ ഇവിടെയും. ഇവിടെ നോക്കൂ, ഹോണിന്റെ ക്യാരക്ടർ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിന്റ്സ് അല്ലെ? ഷോർട്ടും തിക്കുമായിട്ടുള്ള ഹോൺസ് ആണ്, അത് ബ്ലണ്ട് പോയിന്റിൽ എൻഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് നോട്ട് ഷാർപ്പ്. കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, ഷോർട്ട് ആയിട്ടുള്ള ഹോണാണ്, തിക്ക് ഹോണാണ്, എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിന്റ്. മറ്റടുത്താകുമ്പോഴത്തേക്കും ഷോർട്ട് ആൻഡ് തിക്ക് ഹോണാണെന്ന് പറഞ്ഞു. 3 ഇഞ്ചിൽ താഴെയാണ് അതിന്റെ സൈസ് നമ്മൾ പഠിച്ചു അല്ലേ? എവിടെയാണ്? ആർക്കാണ്? സഖിവാളിന്. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നു ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിന്റ്സ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നോക്കാം. മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ്. മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ്. മറന്നു പോകരുത്, കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം നിങ്ങൾ. ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി. ഗ്രേഡിംഗ് അപ്പിന് വേണ്ടി എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്തിരുന്ന അനിമൽ ഏതാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സിന്ധിയാണ്. മറന്നു പോകരുത്. അതുപോലെ സിന്ധി ഈസ് കൺസിഡർഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം ഏതാണ്? ലാസ് ബെല ക്യാറ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ആയെന്ന് പറയുന്നത്. ബലൂചിസ്ഥാനുള്ള ലാസ് ബെല എന്ന് പറഞ്ഞ ക്യാറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മുടെ ടെക്സ്റ്റിലുള്ള അല്ല, എന്നാലും നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, എന്താണ്? റെഡ് സിന്ധി ഈസ് കൺസിഡർഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം ലാസ് ബെല ക്യാറ്റിൽ ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബലൂചിസ്ഥാൻ. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പലർക്കും പറ്റിയ കാര്യമാണ്. അഡീഷണൽ പോയിന്റ്സ് വരും മക്കളെ എന്ന് നമുക്കറിയാം, നമ്മൾ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ കൂടുതൽ അഡീഷണൽ പോയിന്റ്സ് തേടി പോയിട്ട് അവസാനം നമ്മുടെ എഴുത്ത് പരീക്ഷയിൽ ബാക്കിലോട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, സിങ് ടു ദ ബേസിക്സ്. തരുന്നത് തന്നെ പഠിക്കുക. തരുന്നത് പഠിച്ചാൽ 100ൽ 200 മാർക്കും കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ട്, അതായത് 100ൽ നിങ്ങൾ എഴുതുമ്പോൾ 100 2 പ്രാവശ്യവും കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എന്തുവേണം റീഡ് ചെയ്ത്. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. എക്സ്ട്രാ റീഡ് ചെയ്യേണ്ടത് ഞാൻ പറയില്ല ഒരിക്കലും, അത് ഒരു സാറും പറയില്ല. എക്സ്ട്രാ റീഡ് ചെയ്തു. പക്ഷെ എന്താണ്? തരുന്ന സാധനം കൃത്യമായിട്ട് തീർത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് സിന്ധി? ഒന്നുകൂടെ നോക്കാം. എന്താണ് ഒറിജിൻ? സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ അല്ലെങ്കിൽ കൊഹിസ്ഥാൻ എന്നറിയപ്പെടുന്നു. സിനോണിം എന്താണ്? റെഡ് സിന്ധി, റെഡ് കറാച്ചി, സ്കിന്തി അല്ലെങ്കിൽ മാലർ. കൃത്യമായിട്ടും കൊഹിസ്ഥാനും മാലറും പഠിച്ചിരിക്കണം. ബാക്കിയെല്ലാം നമുക്ക് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കളർ പറയുമ്പോൾ ഡാർക്ക് റെഡ് ആണ്. അതുപോലെ ബുൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്കർ കളർ ആയിരിക്കും. ലാക്ടേഷൻ 2000 കിലോ, മറന്നു പോകണ്ട. അതുപോലെ ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും ഹോണിന്റെ ക്യാരക്ടർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഏതാണ്? ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിന്റ്സ്. അതുപോലെ മോസ്റ്റ് ഇക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ് എന്ന് പറഞ്ഞ ആരാണ്? സിന്ധിയാണ്. മറന്നു പോകരുത്. എന്തുകൊണ്ടാണ്? അത് സൈസ് ചെറുതാണ്, ക്ലൈമറ്റിക് അഡാപ്റ്റബിലിറ്റി അക്ലിമറ്റൈസേഷൻ കപ്പാസിറ്റി കൂടുതലാണ്, അതുപോലെ ഡിസീസ് റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുപോലെ എന്താണ്? നമുക്ക് ഇതിനെ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിനെ ഗ്രേഡിംഗ് അപ്പിന് വേണ്ടി ഉപയോഗിച്ച അനിമൽ ഏതാണ്? സിന്ധിയാണ്. അതുപോലെ ബലൂചിസ്ഥാനിലെ ബെല സ്റ്റേറ്റിൽ നിന്നുള്ള ബെല ക്യാറ്റിലെ ലാസ് ബെല എന്ന് പറഞ്ഞ ക്യാറ്റിൽ നിന്നാണ് സിന്ധി ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇതിനപ്പുറം വല്ലതും വരോടാ? പഠിച്ചു തന്നാ മതി, പരീക്ഷ എഴുതി തന്നാ മതി, പറയുന്നത് പോലെ കേട്ടാൽ മാത്രം മതി, ഒരു കുഴപ്പമില്ല. ഗിരു നോക്കാം.
അപ്പൊ ഗിറിലേക്ക് കിടക്കാം. ഓക്കെ, ഗിർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇതായിരുന്നു നമ്മുടെ വിഷയം അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഇതിലെ കത്തിയവാർ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത് കൃത്യമായി നമുക്ക് ഒറിജിൻ പറഞ്ഞിരിക്കുന്നു ഗിറിന് അല്ലെ, അല്ലെങ്കിൽ ഗിർ ഫോറസ്റ്റ്. അതിന് മറ്റൊരു പേരും കൊണ്ട് എന്താണ്, കത്തിയവാരി എന്നൊരു പേരുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ കോഴ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിപ്പിച്ചാണ് വിട്ടത്. അതുകൊണ്ട് സഹകാരിയുടെ കുട്ടിയൊക്കെ 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ടെക്സ്റ്റിലെ ഗിറിന്റെ ഒരു സിനോണിയും പറഞ്ഞിട്ടില്ല, ഗിയറിന്റെ ഒരു സിനോണിം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ സിനോണിംസ് കൃത്യമായിട്ട് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടിയൊക്കെ. അതുകൊണ്ട് ആ 1 മാർക്ക് കുട്ടിയെ കിട്ടി. ഇത്രയേ ഉള്ളൂ പരിപാടി ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിനോണിം ഏതാണ്? ബോധ, ദേശൻ, ഗുജറാത്തി ആൻഡ് കത്തിയാവാരി. ഗിറിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ബോധ, ദേശൻ, ഗുജറാത്തി ആൻഡ് കത്തിയാവാരി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെയൊക്കെ റെഫർ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് പിള്ളേർക്ക് സാറേ എന്തിനാണ് സാറേ ഇങ്ങനെയൊക്കെ പോകണം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പരീക്ഷ കഴിഞ്ഞാൽ പിള്ളേരെ കാര്യം മനസ്സിലായി. അത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾ കൃത്യമായിട്ട് തരുന്ന സാധനം പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. സോർത്തി ആൻഡ് സുറാത്തി എന്ന പേരും കൂടെ ആർക്കുണ്ട്? ഗിറിനുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ബോധ, ദേശൻ, ഗുജറാത്തി, കത്തിയാവാരി, സോർത്തി ആൻഡ് സുറാത്തി. ഓക്കെ, സോർത്തി ആൻഡ് സൂറത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. കളറ് റെഡ് ടു ആൾമോസ്റ്റ് ബ്ലാക്ക്. റെഡ് മുതൽ ആൾമോസ്റ്റ് ബ്ലാക്ക്. ഇവിടെ ചെറിയ പാച്ച് പോലെ കാണപ്പെടുന്നുണ്ട്, പക്ഷേ ഇതും ഗിർ തന്നെയാണ്. പക്ഷെ നമ്മുടെ കളറിന്റെ ഒരു ഡെസ്ക്രിപ്ഷനിൽ റെഡ് ടു ആൾമോസ്റ്റ് ബ്ലാക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. റെഡ് ടു ആൾമോസ്റ്റ് ബ്ലാക്ക്. ഇത് ഏകദേശം റെഡ് ടു ബ്ലാക്ക് വരുന്ന കളറായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ ലാക്ടേഷൻ നോക്കാം. ഈ കളറിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് എടുത്തു പറയാമെന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ഈ ചെവി തന്നെയാണ് കേട്ടോ. ലാക്ടേഷൻ എത്ര? 1700 കിലോഗ്രാം പെർ ലാക്ടേഷൻ അല്ലേ? എത്രയാണ്? 1700 കിലോഗ്രാം പെർ ലാക്ടേഷൻ. നാളിതുവരെ ചോദിച്ചുകൂടായില്ല. ക്യാരക്ടേഴ്സ് നോക്കാം. ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും ഈ ക്യാരക്ടർ, ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മക്കളെ? ലോങ് ആൻഡ് പെൻഡുലസ് ഇയേഴ്സ് വിച്ച് റിസംബ്ൽസ് എ കർഡ് ലീഫ് ആൻഡ് ഹാവ് എ നോച്ച് അറ്റ് ദ ടിപ്പ് ഓഫ് ദി ഇയർ. അതായത് ലീഫ് പോലെ, ഒരു ഇല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയും താഴെ ഒരു കുഞ്ഞു നോച്ച്, ഒരു മടക്കും കൂടെ ഉണ്ട്. ഇതാണ് ഗിർ. ഈ ഗിറിനെ കണ്ടു കഴിഞ്ഞാൽ, ഈ ചെവി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചെവി കണ്ടാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഗിറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഇതേ കണ്ടില്ലേ? ഇതേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇവിടെ നോച്ച് കണ്ടില്ലേ? ഇത് ഇങ്ങനെയാണ് അതിന്റെ ഇയർ വരുന്നത്. ഇങ്ങനെയാ വരുന്നത്. കണ്ടില്ലേ മക്കളെ? ഇതാണ് പരിപാടി. ലോങ് ആൻഡ് പെൻലെസ് ഇയേഴ്സ് വിച്ച് റിസംബിൾസ് എ കർഡ് ലീഫ് ആൻഡ് ഹാവ് എ നോച്ച് അറ്റ് ദ ടിപ്പ് ഓഫ് ദി ഇയർ. അതുപോലെ നോക്കാം. വെൽ പ്രൊപ്പോർഷനേറ്റ് ബോഡി, ചോദിക്കൂല. അതുപോലെ വിപ്പ് ലൈക്ക് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്. ടെയിലിനെ കുറിച്ച് ബാക്കി ഒരെണ്ണത്തിൽ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് എടുത്ത് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. വിപ്പ് ലൈക്ക് ടെയിൽ, ഒരു ചാട്ടവാറ് പോലുള്ള ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്. ഓക്കെയാണ്. ബ്ലാക്ക് സ്വിച്ച് എന്ന് നമുക്കറിയാം എന്താണ്? ടെയിലിന്റെ എൻഡിൽ കാണപ്പെടുന്ന ഹെയറി ആയിട്ടുള്ള പോർഷനാണ്, ഈ കാണുന്ന ഭാഗമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ബ്ലാക്ക് തന്നെയായിരിക്കും ആരുടെ കാര്യത്തിൽ? ഗിറിന്റെ കാര്യത്തിൽ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെ അല്ലേ? അതുപോലെ നോക്കാം. ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ്. ഹോൺ കണ്ടാൽ അർദ്ധചന്ദ്രാകൃതിയിലല്ലേ ഇരിക്കുന്നത് ഇത് അല്ലേ മക്കളെ? യെസ്, അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഹോൺ. ഇത് കണ്ടാലും കണ്ടോ, ഇവിടെ നോക്കിയാൽ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഹോണുകളാണ്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് പണ്ട് ചോദിച്ചിട്ടുണ്ട്. നോക്കാം എന്താണ്? ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ്. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഗിർ പഠിക്കുമ്പോൾ ഈ വട്ടമിട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു തരും. ഏതൊക്കെയാണ് ഈ വട്ടമിട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ ഹാഫ് ക്ലോസ്ഡ് ഐസ് ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്. ഗിയറിന്റെ ഒരു പ്രത്യേക ക്യാരക്ടർ കേട്ടോ. കോൺവെക്സ് ആയിട്ടുള്ള മുകളിലേക്ക് തള്ളി നിൽക്കുന്ന, കണ്ടോ അതെ ഇങ്ങനെ, ഇവിടെയല്ലേ 2 ഹോണും വരുന്നേ, കണ്ടോ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഫോർഹെഡ് ആണ്. അതുപോലെ കണ്ണ് പകുതി അടഞ്ഞിരിക്കും അല്ലേ? പകുതി അടഞ്ഞ മിഴികളാണ് അവളുടേത്. ആരുടെ? ഗിറിൻ്റെ. ഇങ്ങനെ അല്ല മനോഹരിയായിട്ട് ഇങ്ങനെ നിൽക്കും. കണ്ണിങ്ങനെ തുറന്ന പശു അല്ല, കണ്ണ് ഇങ്ങനെ നോക്കണ പശുവാണ് ആര്? ഗിർ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആരുടെ? ഗിറിന്റെ ക്യാരക്ടറാണ്, മറന്നുപോലെ കേട്ടോ. അതുപോലെ മറ്റൊരു എക്സ്ട്രാ പോയിന്റ് നോക്കാം. ബ്രഹ്മൻ എന്ന് പറയുന്ന കാറ്റിലുണ്ട്. നോർത്ത് അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സെബൂൻ ബ്രീഡാണ് ബ്രഹ്മൻ. ഈ ബ്രഹ്മൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓങ്കോൾ എന്ന് പറഞ്ഞ കാറ്റിലുണ്ട്, ഗിർ എന്ന് പറഞ്ഞ കാറ്റിലുണ്ട്, പിന്നെ അവരുടെ കുറച്ച് ഓണായിട്ടുള്ള കുറച്ച് കാറ്റിൽസ് ഉണ്ട്. അതിനെല്ലാം കൂടെ ക്ലോസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനെല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്യണം ബ്രഹ്മൻ എന്ന് പറഞ്ഞ കാറ്റിൽ. അതൊരു ബീഫ് ബ്രീഡാണ് കേട്ടോ, മീറ്റ് പർപ്പസിന് വേണ്ടി വളർത്തുന്ന ബ്രീഡാണ്. ഏകദേശം 800 കിലോഗ്രാം ഒക്കെ വെയിറ്റ് വരുന്നത്. 800 to 1000 കിലോഗ്രാം വെയിറ്റ് വരും. നിങ്ങൾ നെറ്റിൽ നോക്കി കാണാൻ പറ്റും. ഓരോ ആൾക്കാർ നിൽക്കും, അയാൾ അത്രയും പൊക്കമുള്ള ഒരു പശുവിൻ്റെ കൂടെ. പശു അല്ലെങ്കിൽ കാളയായിരിക്കും ബ്രഹ്മൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ നെറ്റിൽ കാണാൻ പറ്റുന്നത്. അടിപൊളി സാധനമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കൊതി തോന്നുന്നു ഇതിനെ കാണുമ്പോഴത്തേക്കും. അങ്ങനെയുള്ള ഈ ബ്രഹ്മന്റെ ഒരു അപ്പനാണെന്ന് വേണമെങ്കിൽ പറയാം ആര്, അല്ലെങ്കിൽ അമ്മയാണെന്ന് പറയാം ആരിനെ? ഗിറിനെ. കാരണം അത് ആ ബ്രഹ്മനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആരെ? ഗിറിനെ ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച പോയിന്റ്സും എക്സ്ട്രാ പോയിന്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അല്ലാത്തുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇത് കണ്ടിരിക്കുക. അതുപോലൊപ്പം കണ്ട് കൃത്യമായിട്ട് എല്ലാം മനസ്സിലുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉറച്ചുത്തരം പറയുക. അടുത്തിരുന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ മക്കളോ ഒക്കെ കേട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഉറച്ചങ്ങോട്ട് ഉത്തരം പറയുക. ചോദ്യോത്തര വേളയിൽ വളരെ ക്രിയേറ്റീവായിട്ട് പങ്കെടുക്കുക. ഇതൊരു ശീലമാക്കി മാറ്റുക. പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടിയും നമുക്ക് വെബിനാറിൽ പറഞ്ഞുതരും. വെബിനാർ എല്ലാവരും പങ്കെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാ പരിപാടി ഇത്രയേ ഉള്ളൂ. എനിക്ക് 14 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് അടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കണം നമുക്ക് ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ്. അതിൽ സംശയം വേണ്ട. കാരണം കഴിഞ്ഞ പ്രാവശ്യം 7 ജില്ലയിലാണ് എൻ്റെ കുട്ടികൾ ഫസ്റ്റ് റാങ്കിലേക്ക് വന്നത്. ഇപ്പോൾ അത് 14 ജില്ലയിലും വരും, ഒരു സംശയം വേണ്ട. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കാം. നമ്മളുടെ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പേർക്ക് അത് അറിയാമായിരിക്കും. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ നീറ്റിനൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എലിമിനേഷൻ വഴി എങ്ങനെ വേഗം ഉത്തരത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ചിലപ്പോൾ നമുക്ക് 4 എണ്ണത്തിൽ 2 സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ഉത്തരത്തിലേക്ക് പോകാം. നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. അപ്പോൾ ശരിയേത് തെറ്റേത് അങ്ങനെയാണ് പ്രധാനമായിട്ടും നമുക്ക് സ്റ്റേറ്റ്മെന്റുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യം മാറിപ്പോകാതെ തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. നോട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു വട്ടം അങ്ങോട്ട് ഇടും കേട്ടോ. ഒരു വട്ടം അങ്ങോട്ട് ഇടും. വട്ടം ഇവിടെ ഈ നോട്ടിനൊരു വട്ടം അങ്ങോട്ട് ഇടും. അങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇനി ഞാൻ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത് എനിക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻസ് അല്ല, സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകാം. Owing to the small size, adaptability to various climate, disease resistant Sahiwal cattle is extensively used for grading up in India. നോക്കൂ, എന്താണ് സ്മാൾ സൈസ്, അഡാപ്റ്റബിലിറ്റി ടു വേരിയസ് ക്ലൈമറ്റ് ഡിസീസ് അല്ലേ, ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ സഹിവാളിന് നമ്മൾ ഗ്രേഡിംഗ് അപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സംഗതി നമുക്കറിയാം. കാര്യം എന്താ? ഗ്രേഡിംഗ് അപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? സിന്ധിയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ സഹിവാളെന്ന് വന്നത് കൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ 1 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ താഴെ ഓപ്ഷൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 മാത്രം തെറ്റെന്നാണ് എ ഓപ്ഷൻ. അപ്പോൾ 1 തെറ്റായത് കൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഒരിക്കലും വരില്ല. കാരണം എന്താ? ഈ എ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു 2 മാത്രമാണ് തെറ്റുന്നത്. 2 തെറ്റാണോ ശരിയാണോ നമ്മൾ നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഈ 1 ഉള്ളതെല്ലാം സെലക്ട് ചെയ്യണം. ഏതൊക്കെ? സിയും ഡിയും. ഈ 2 ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് അല്ലേ. ഇത് 1 തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഈ 2 ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതിൻ്റെ അർത്ഥം 2 ശരിയാണെന്നോ 3 ശരിയാണെന്നോ അല്ല, ഈ ഓപ്ഷൻസ് ഒരിക്കലും വരില്ല എന്നെ അർത്ഥം അല്ലേ. കാര്യം എന്താ? ഇതിൽ സിയിൽ പറയുന്നു 1 മാത്രമാണ് തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. ഡിയിൽ പറഞ്ഞിരിക്കുന്നു 2ഉം 1ഉം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇത് 2 ഏതെങ്കിലും വരത്തുള്ളൂ. കാരണം ഇതിൽ 2ൽ 1 ഉൾപ്പെട്ടില്ലേ. ഇനി നോക്കാം. ഇനി രണ്ടാമത്തെ പ്രസ്താവനയുടെ നോക്കിയാൽ നമുക്ക് ഉത്തരമായി. 3 നോക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? 3 നമ്മൾ ആൾറെഡി കളഞ്ഞു കഴിഞ്ഞു. കാര്യം എന്താ? ഇവിടെ 1 ശരിയായത് കൊണ്ട് തന്നെ നമ്മൾ 1 ശരി 1 തെറ്റായത് കൊണ്ട് അതുള്ള ഓപ്ഷൻസ് മാത്രമേ വരത്തുള്ളൂ. 3 ഇനി പ്രാധാന്യമില്ല. രണ്ടാമത് ഗീർ ബ്രീഡ് വാസ് യൂസ്ഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രീഡ് ബ്രഹ്മൻ ഇൻ നോർത്ത് അമേരിക്ക. ഗീറിനെ നോർത്ത് അമേരിക്കയിൽ ബ്രഹ്മൻ ക്യാറ്റിലിന്റെ ഡെവലപ്മെന്റ് ഉപയോഗിച്ചില്ലേടാ? ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് ഡി ഒരിക്കലും വരില്ല. കാരണം ഡി ബോത്ത് 2 and 1 ശരി തെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും വരില്ല. ഉത്തരം സി ആയിരിക്കും. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാതെ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഉത്തരം സി തന്നെ ആയിരിക്കും. ഇനി നമുക്കിത് ശരിയാണോ നോക്കണ്ടേ. ഇത് ശരിയാണെങ്കിൽ മാത്രമല്ല ഇത് കിട്ടത്തുള്ളൂ. നോക്കാം. സഹിവാൾ ഈസ് കൺസിഡർ ആസ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ്. ഓഫ് കോഴ്സ് അത് ശരി തന്നെയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ അത് അറിഞ്ഞൂടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഉത്തരം സി ആണ്. ഓക്കെ അല്ലേ. ഇനി ദ സിനോണിംസ് യൂസ്ഡ് ഫോർ സഹിവാൾ ബ്രീഡ്. സഹിവാൾ ബ്രീഡിന് ഉപയോഗിച്ചുള്ള സിനോണിംസ് എന്തൊക്കെയാണ്? സഹിവാൾ, ലോല, മിൻകുമറി അല്ലെങ്കിൽ മോൺഗോമറി എല്ലാം വരും അല്ലേ. അതെല്ലാം വരും. ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ച് ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഉത്തരം പറ. വിച്ച് ഫീച്ചർ ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സഹിവാൾ ബ്രീഡ്. സഹിവാൾ ബ്രീഡിന്റെ ക്യാരക്ടർ അല്ലാത്ത ഏതാണ്? ലൂസ്കിൻ ആണ്, മാസീവ് ഹമ്പ് ആണ് അല്ലേ. ലോങ് പെൻഡുലസ് ഇയർ എന്ന് പറയുമ്പോൾ അത് ഏതിന്റെയാണ് പറ? ഗിറിന്റെ ആണല്ലേ. വോള്യൂമിനസ് ഡ്യൂലാപ്പ് എല്ലാം ആണ്. അപ്പോൾ അതല്ലാത്തത് സി ആണ് ഉത്തരം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹോൺ ഓഫ് സഹിവാൾ ക്യാറ്റിൽ വിൽ ലുക്ക് ലൈക്ക്. ഏതുപോലെ ഇരിക്കും? സഹിവാൾ ക്യാറ്റിന്റെ ലുക്ക് എന്ന് പറയുമ്പോൾ ഷോർട്ട് ആയിരിക്കും. ഉത്തരം കിട്ടില്ലേ? ഉത്തരം ബി ആണ്. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ ഒരു അറിവ് ഞാൻ മനസ്സിലാക്കട്ടെ. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഇപ്പോൾ എല്ലാവരും ഷോർട്ട് ആൻഡ് തിക്ക് ലെസ് ദാൻ 3 inch അവിടെ നിന്ന് പറയാൻ വേണം. കമന്റ് രേഖപ്പെടുത്തണം. കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്തു എല്ലാവരും.
ബി ആണ് ഉത്തരം. അതുപോലെ ദ സിന്ധി ബ്രീഡ് ഈസ് ആൾസോ നോൺ ആസ്, സിന്ധിയുടെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? റെഡ് സിന്ധി, റെഡ് കറാച്ചി, സിന്ധ്, അങ്ങനെ എല്ലാം അറിയപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ്? എ ആണ് ഉത്തരം. കമന്റ് രേഖപ്പെടുത്തൂ. അതുപോലെ വാട്ട് മേക്ക് സിന്ധി കാറ്റിൽ മോസ്റ്റ് എക്കണോമിക്കൽ, സിന്ധിയെ മോസ്റ്റ് എക്കണോമിക്കൽ കാറ്റിൽ എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ വെച്ചാൽ എന്താണ് മോസ്റ്റ് എക്കണോമി എന്തുകൊണ്ടാണ്? ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്, ലാക്ടേഷൻ ഉണ്ട് അല്ലെ, അഡാപ്റ്റബിലിറ്റി വേരിയസ് ക്ലൈമറ്റ് അല്ലെ. നോക്കുക, വേരിയസ് ക്ലൈമറ്റിൽ സിന്ധി ഓക്കെ ആണ്. അതുപോലെ എന്താണ്? ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്, ലാക്ടേഷനും ഉണ്ട്. അപ്പോൾ എന്താണ്? ആൾ ഓഫ് ദ എബോവ് മാത്രമേ അവിടെ ഉത്തരമായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് സിന്ധി കാറ്റിൽ ഹോൺസ്? സിന്ധി കാറ്റിലെ ഹോണിന്റെ കീ ഫീച്ചർ എന്താണ്? ഷോർട്ട് ആൻഡ് തിക്ക് ആൻഡ് എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിന്റ്സ് അല്ലേ? ബി ആണ് ഉത്തരം. കമന്റ് രേഖപ്പെടുത്തുക. കമോൺ, ഞാൻ ഉറച്ചു പറയണം നിങ്ങളെ. അതുപോലെ ദ ഗിർ ബ്രീഡ് ഈസ് ആൾസോ നോൺ ആസ്, എന്തൊക്കെയാണ്? കത്തിയവാരി എന്നറിയപ്പെടുന്നുണ്ട്, സോർത്തി എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ, സുറാത്തി എന്നറിയപ്പെടുന്നുണ്ട്. അതെല്ലാം ഗിറിന്റെ സിനോണിമാണ്. എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ പറ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് യുണീക് ടു ഗിർ കാറ്റിൽ? പെൻലെസ് ഷീത്ത് ഇൻ ബുൾസ്, ഹാഫ് ക്ലോസ്ഡ് ഐസ് ആൻഡ് ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്, ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ്. ഗിർ വരുമ്പോഴത്തേക്ക് എന്താണ്? ഹാഫ് ക്ലോസ്ഡ് ഐസ് ആൻഡ് ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ് ആണ് ഗിറിന്റെ പ്രത്യേകത. പെൻലെസ് ഷീത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ്. ഹോൺ അങ്ങനെയല്ല. ഹോൺ എങ്ങനെയാണ്? ഗിറിന് ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ് ആണല്ലേ, ഹമ്പുണ്ട്. പക്ഷേ എടുത്തു പറയുമ്പോൾ യുണീക്ക് ആയിട്ട് കാണപ്പെടുന്നത് ഏതാണ്? ബി ആണ് ഉത്തരം അല്ലേ? ഏതാണ്? ബി ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ വാട്ട് ഷേപ്പ് ഡു ഗിർ കാറ്റിൽ ഹോൺസ് റിസംബിൾ? ഗിർ കാറ്റിലിന്റെ ഹോണിന് എന്ത് ഷേപ്പാണ്? ഹാഫ് മൂൺ ഷേപ്പ് ആണല്ലേ. എന്താണ്? ഹാഫ് മൂൺ ഷേപ്പ് ആണ്. സി ആണ് ഉത്തരം. ഉത്തരം പറയട്ടെ നിങ്ങള്, ഉത്തരം പറ. ഓർമ്മയില്ലേ? വാട്ട് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ദ ഗിർ കാറ്റിൽ ടെയിൽ? ഗിർ കാറ്റിലിന്റെ ടെയിൽ എങ്ങനെയായിരിക്കും? വിപ്പ് ലൈക്ക് വിത്ത് ബ്ലാക്ക് സ്വിച്ച് ആയിരിക്കും അല്ലേ? വിപ്പ് ലൈക്ക് വിത്ത് ബ്ലാക്ക് സ്വിച്ച് ആയിരിക്കും. അതുപോലെ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് സഹിവാൾ കാറ്റിൽ. സഹിവാൾ കാറ്റിനെ പറ്റി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. ട്രൂ ചോദിച്ചുകൊണ്ട് നമ്മൾ വട്ടം ഇടുന്നില്ല. സഹിവാൾ ഒറിജിനേറ്റഡ് ഇൻ ദ സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ. അത് തെറ്റാണ്, നമുക്കറിയാം. സഹിവാൾ സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ അല്ല. ശരിയേതെന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഇത് എവിടെയൊക്കെ ഓപ്ഷനിലുണ്ടോ അതെല്ലാം നമുക്ക് വെട്ടിക്കളയാം അല്ലേ? ഒന്ന് തെറ്റാണ്, നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം അറിയാൻ പറ്റും അല്ലെ? ഒന്ന് അറിയാം, ഒന്ന് തെറ്റാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നു 1ഉം 2 മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് തെറ്റല്ലേ? അതുകൊണ്ട് ഇതിനെ കളയണം. ഈ സി ഓപ്ഷനിൽ ഇതിൽ ഒന്നിനെ കുറിച്ച് പറയുന്നേ ഇല്ല, ആ ഓപ്ഷൻ നമ്മൾ എടുക്കുന്നില്ല. സിയിൽ പറഞ്ഞിരിക്കുന്നു 1, 3, 4 ആണ് ശരി എന്ന് പറഞ്ഞിരിക്കുന്നു. മുകളിൽ ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്? ഒന്ന് അതിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഒരിക്കലും ആ ഓപ്ഷൻ വരില്ല. ഇനി ഡിയിൽ പറഞ്ഞിരിക്കുന്നു ആൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അതിലും എന്തുണ്ട്? ഒന്നുള്ളത് കൊണ്ട് അത് നമ്മൾ കളയുന്നു. ഉറപ്പായിട്ടും ഉത്തരം ഏതായിരിക്കും? ബി ആയിരിക്കും. നോക്കാം, ഇനി ബാക്കിയുള്ള എല്ലാം ശരിയാണെന്ന് അറിയണ്ടേ നമുക്ക്? അറിഞ്ഞില്ലെങ്കിലും ഉത്തരം ബി തന്നെ ആയിരിക്കും കേട്ടോ. സഹിവാൾ ഈസ് കൺസിഡർഡ് ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ശരിയാണ്. സഹിവാൾ ക്യാറ്റ് ഹാവ് ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 ഇഞ്ച് ശരിയാണ്. അതുപോലെ ദ ലാക്ടേഷൻ കപ്പാസിറ്റി എത്രയാണ്? 2500. വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയിരിക്കണം മക്കളെ. പവറല്ലേ? തകർക്കല്ലേ നമ്മള്? ബി അല്ലേ ഉത്തരം? യെസ്, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് സിന്ധി കാറ്റിൽ. സിന്ധി കാറ്റിനെ പറ്റി തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. മൊത്തം 1, 2, 3, 4 പ്രസ്താവനയാണ് നമുക്കുള്ളത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കേ, ഏതൊക്കെയാണ് തെറ്റ് ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടാ? തെറ്റ് ചോദിച്ചുകൊണ്ട് തന്നെ വട്ടം ഇടും അല്ലേ? നമ്മൾ ആദ്യം വട്ടം ഇട്ട് വയ്ക്കും. എവിടെ വട്ടം ഇട്ട് വയ്ക്കും? ഇവിടെ ഒരു വട്ടം ഇട്ട് വയ്ക്കും, മാറിപ്പോയിരിക്കാൻ. ആദ്യത്തെ പ്രസ്താവന നോക്കാം. സിന്ധി കാറ്റ് ആർ നോൺ ഫോർ റെഡ് കറാച്ചി. തെറ്റായ പ്രസ്താവന. ഒന്നുള്ളതെല്ലാം എടുക്കാം. ഏതൊക്കെ? എയിൽ പറഞ്ഞിരിക്കുന്നു 2ഉം 4ഉം മാത്രമാണ് തെറ്റെന്ന്. 2ഉം 4ഉം തെറ്റാണെന്ന് നമുക്ക്, പക്ഷേ 1 തെറ്റാണെന്ന് നമുക്ക് 200% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പൊ എ വെട്ടിക്കളയാം, ഡിയും വെട്ടിക്കളയാം. കാരണം എന്താ? അതിൽ രണ്ടിലും എന്തില്ല? ഒന്നില്ല. ഇനി നോക്കാം, ആവറേജ് ലാക്ടേഷൻ എത്രയാണ്? 2500 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിരിക്കുന്നത് സിന്ധി കാറ്റിലിന്റെ. അല്ല, തെറ്റ് 2000 ആണല്ലേ? നമുക്കറിയാം. അപ്പോൾ 2 ഉള്ളത് മാത്രം എടുത്താൽ മതി അല്ലേ? വളരെ സിമ്പിൾ. 3ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റ് കാണാതെ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. സി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അതിന്റെ അർത്ഥം എന്താ? 3ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കുമെന്നുമാണ് അതിന്റെ അർത്ഥം അല്ലേ? കാരണം നോക്ക, 2 തെറ്റാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സിയിൽ 1ഉം 2ഉം മാത്രം തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ 2 ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബിയും വെട്ടിക്കളഞ്ഞു. ഏതാണ്? സി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഗിർ കാറ്റിൽ. ഗിറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയും ചോദിച്ചിരിക്കുന്നു. ഗിർ കാറ്റിൽ ഒറിജിനൽ പറഞ്ഞാൽ കത്തിവാർ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. ശരിയാണ്. കത്തിയവാരി എന്നറിയപ്പെടുന്ന സാധനമാണ് ഗിർ അല്ലെ? അത് ശരിയാണ്. ശരിയായത് ചോദിച്ചുകൊണ്ട് തന്നെ ഒന്നുള്ളതെല്ലാം എടുക്കാം, അല്ലെങ്കിൽ ഒന്നില്ലാത്തതെല്ലാം കളയാം അല്ലെ? ഒന്ന് ഇതിലുണ്ട്. സിയിൽ എന്തില്ല? 1 ഇല്ല. 1 നമ്മൾ വെട്ടിക്കളഞ്ഞു.
അടുത്ത പ്രസ്താവന നോക്കാം. ഗിർ കാറ്റിൽ ഹാവ് എ ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺ സ്ട്രക്ചർ. ഗിറിന്റെ കാറ്റിൽ എന്ന് പറയുമ്പോൾ ഹാഫ് മൂൺ പോലെ തന്നെയാണ്, അതും ശരിയാണ്. രണ്ടുള്ളതെല്ലാം എടുക്കണ്ടേ? എടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ രണ്ടില്ല അല്ലേ? ഇതിലും രണ്ടുണ്ട്, ഇതിലും രണ്ടുണ്ട്. അതുകൊണ്ട് ബി നമ്മൾ വെട്ടി. എയും ഡിയും അല്ലേ? എയും ഡിയും നോക്കാം. ദ ആവറേജ് ലാക്ടേഷൻ കപ്പാസിറ്റി ഓഫ് ഗിർ കാറ്റിൽ എത്രയാണ്? 2000 കിലോഗ്രാം എന്ന് പറഞ്ഞു. തെറ്റല്ലേ അത്? തെറ്റല്ലേടാ? തെറ്റാണ്. അപ്പം 3 ഉള്ളതെല്ലാം കളഞ്ഞൂടെ? ഇതിൽ 3 ഇല്ലല്ലോ, ഇതിലും 3 ഉണ്ടല്ലേ? ആൾ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ 3 ഉൾപ്പെടുന്നുണ്ട്. എ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക അല്ലേ? ചുമ്മാ ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം കിട്ടി. അപ്പൊ നിങ്ങൾ അടുത്ത് നോക്കാം. ഫൈൻഡ് അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് സഹിവാൾ കാറ്റിൽ. സഹിവാൾ കാറ്റിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. നോക്കാം. സഹിവാൾ കാറ്റിൽ ആർ നോൺ ഫോർ ദ ഹൈ സ്പീഡ് ഇൻ ഫാം വർക്ക്. തെറ്റായ പ്രസ്താവന. സഹിവാൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താണ്? ലെഥാർജിക് അനിമൽ ആണല്ലേ? തെറ്റായ പ്രസ്താവന അല്ലേ? ഒന്നുള്ളതെല്ലാം എടുക്കണ്ടേ? ഒന്ന് എയിലും ബിയിലും ഡിയിലും ഒന്നില്ലേ? സിയിലും ഒന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സി വെട്ടിക്കളഞ്ഞു. സഹിവാൾ കാറ്റിൽ ആവ് ഒളൂമിനസ് ഡ്യൂലാപ്പ്. അത് ശരിയായ പ്രസ്താവനയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ട് എവിടെയെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ വെട്ടിക്കളയണ്ടേ? വെട്ടിക്കളയണം. ഡിയിൽ പറഞ്ഞിരിക്കുന്നു 1, 2, 3 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതും വെട്ടിക്കളഞ്ഞു. അടുത്ത നോക്കാം. സഹിവാൾ കാറ്റിൽ ആർ പ്രൈമർലി ഓഫ് റെഡ് കളേഴ്സ് അല്ലേ? റെഡ് ഷെയ്ഡ് തന്നെയാണ്. അതും ശരിയായ പ്രസ്താവനയല്ലേ? ആണ്. ഇനി 3 ആരെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞാൽ അതും കളയണ്ടേ? യെസ്, നമ്മൾ അതും കളഞ്ഞു. 1, 3 തെറ്റാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ഏതായിരിക്കും ഉത്തരം എ ആയിരിക്കും അല്ലേ? കണ്ണും പൂട്ടി 4ാമത്തെ പ്രസ്താവന എന്തെന്നറിയാതെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് ഈ 2 പ്രസ്താവന 4ാമത്തെ അറിയാം, അതും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് സിന്ധി കാറ്റിൽ. സിന്ധി കാറ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന സിന്ധി കാറ്റിൽ മീഡിയം സൈസ് ശരിയായ പ്രസ്താവനയാണ്. ഒന്നുള്ളത് മാത്രം എടുക്കുക. ദൗർഭാഗ്യവശാൽ എല്ലാത്തിലും ഒന്നുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും കട്ട് ചെയ്ത് കളയല്ല. അതുപോലെ സിന്ധി കാറ്റ് ഹാവ് ഹെവി ഹംസ്. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടുള്ളതെല്ലാം എടുക്കുക, രണ്ടില്ലാത്തതെല്ലാം കളയാം. ഈ സിയിൽ 2 ഇല്ല, അതുകൊണ്ട് നമ്മളിത് കളഞ്ഞു. ഇനി ഈ 3 ഓപ്ഷൻ നമ്മുടെ മുന്നിലുള്ളൂ. സിന്ധി കാറ്റിൽ റെഡ് വിത്ത് വൈറ്റ് സ്പോട്ട്സ്. സിന്ധിയിൽ വൈറ്റ് സ്പോട്ടുകൾ അങ്ങനെ കാണാറില്ല അല്ലേ? കാണാറില്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. നോക്കോ, ആൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഇവിടെ 3 ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത് തെറ്റാണ്. ശരിയല്ല ചോദിച്ചിരിക്കുന്നത്? ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് നോക്കാം. സിന്ധി കാറ്റിൽ ആർ നോൺ ഫോർ ദർ ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. ശരിയായ പ്രസ്താവനയാണ്. 4 ശരിയാണല്ലേ? അപ്പൊ ഇത് 4 ശരിയായത് കൊണ്ട് നമുക്ക് ഇത് ഇനി വരത്തില്ല. ഓപ്ഷൻ ഏതായിരിക്കും? ബി ആയിരിക്കും അല്ലേ? ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? ബി ആയിരിക്കും. ഒരു സംശയം നമുക്ക് ആ കാര്യത്തിൽ വേണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ അബൌട്ട് ഗിർ കാറ്റിൽ. ഗിർ കാറ്റിലുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിർ കാറ്റിൽ ഹാവ് ലോങ് പെൻലെസ് ഇയേഴ്സ്. ശരിയാണത്. ഈ 1 തെറ്റെന്ന് പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്ക് അടിക്കണ്ടേ? അടിക്കണം. ഓപ്ഷൻ എ നമ്മളോട് പറയുന്നു 1 തെറ്റെന്ന് പറയുന്നു, അവന്റെ മണ്ടയ്ക്ക് അടിച്ചു, ഡിയുടെ മണ്ടയ്ക്ക് അടിച്ചു. ഇനി ബിയും സിയും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള. ഇനി നോക്കാം. ദ ലാക്ടേഷൻ കപ്പാസിറ്റി ഓഫ് ഗിർ കാറ്റിൽ ഈസ് 1700 കിലോഗ്രാം. അത് ശരിയല്ലേ? ശരിയാണ് അല്ലേ? അവ 2 തെറ്റെന്ന് പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്ക് അടിക്കണ്ടേ? അടിക്കണം. നമ്മൾ അടിച്ചു. ആര്? ബിയുടെ മണ്ടയ്ക്ക് അടിച്ചു. തെറ്റിപ്പോയിരിക്കും. വട്ടം വിട്ടേക്കാൻ കേട്ടോ. ഉത്തരം ഏതായിരിക്കും? സി ആണ്. കണ്ണും പൊട്ടി ഉത്തരം എഴുതാം നമുക്ക് അല്ലേ? 2 ഓപ്ഷനെ കുറിച്ച് നമുക്ക് ഒരു പിടുത്തവും ഇല്ലെങ്കിൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഗിർ കാറ്റിൽ. ഗിർ കാറ്റിലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഗിർ കാറ്റിൽ ഹാവ് ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ്. ശരിയല്ലേ? അത് ശരിയാണ്. ഒന്നുള്ളതെല്ലാം എടുക്കണ്ടേ? നമുക്ക് സി കളയാം അല്ലേ? 1 ബാക്കിയുള്ള എല്ലാത്തിലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സി കളയാം അല്ലേ മക്കളെ? അടുത്ത നമുക്ക് പ്രശ്നം നോക്കാം. ഗിർ കാറ്റിൽ ഹാവ് ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ് അല്ലേ? ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ് എന്ന് പറഞ്ഞപ്പോൾ അതും ശരിയല്ലേ? അത് ശരിയാണ്. അപ്പൊ എന്താ 2 ഉള്ളതെല്ലാം എടുക്കണ്ടേ? 2 ഇല്ലാത്ത എല്ലാം കളഞ്ഞൂടെ? ബിയിലില്ലല്ലോ, അത് കളയാം. ബാക്കി ഇനി എ ആണോ ഡി ആണെന്ന് മാത്രം സംശയമുള്ളൂ. അപ്പൊ നോക്കാം. ഗിർ കാറ്റിൽ ഹാവ് ഷോർട്ട് ഹോൺസ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റാണ്. 3 ഉള്ളതെല്ലാം കളഞ്ഞൂടെ? കളയാം. ഡിയിൽ ആൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്തരമേതായിരിക്കും? എ ആയിരിക്കും ഉത്തരമായിട്ട് വരിക. അടുത്ത പ്രസ്താവന നോക്കാം. നിങ്ങൾ ഉത്തരം പറയുന്നില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലേ? ആലോചിക്കും പിള്ളേരെ, തല പോയിക്കേ. നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് സഹിവാൾ കാറ്റിൽ. സഹിവാൾ കാറ്റിലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. സഹിവാൾ കാറ്റിൽ ആ വൊളൂമിനസ് ഡ്യൂലാപ്പ്. സഹിവാൾ കാറ്റിന് വൊളൂമിനസ് ഡ്യൂലാപ്പ് ഉണ്ട്. ശരിയല്ലേ? ശരിയാണ്. 1 തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ മണ്ടയ്ക്ക് അടിക്കണ്ടേ? അടിക്കണം അല്ലേ? അടിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ 1 ശരിയാണെന്ന് നമുക്ക് 200% ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 1 തെറ്റാണെന്ന് പറഞ്ഞ ഓപ്ഷൻ എല്ലാം നമുക്ക് ധൈര്യമായി വെട്ടിക്കളയാം. അടുത്ത് നോക്കാം. സഹിവാൾ കാറ്റിൽ ആർ നോൺ ഫോർ ദെയർ അഡാപ്റ്റബിലിറ്റി വേരിയസ് ക്ലൈമറ്റിൽ അഡാപ്റ്റബിൾ ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി അറിയപ്പെടുന്ന ആരാണ്? സഹിവാളാണോ? അല്ല, അതിനേക്കാൾ കൂടുതൽ അങ്ങനെ നോൺ ഫാക്ടർ ഉള്ള ആർക്കാണ്? സിന്ധിക്കാണ്. അത് തെറ്റല്ലേ? 2 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലേ? ഇതിൽ നമുക്ക് പറഞ്ഞിട്ടില്ല, ഇതിലും പറഞ്ഞിട്ടില്ല, സിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? 4 തെറ്റായിരിക്കും, 3 ശരിയായിരിക്കും അല്ലേ? അങ്ങനെ അതിന്റെ അർത്ഥം. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി അല്ലേ? അപ്പൊ ഏതായിരിക്കും ഉത്തരം മക്കളെ? സി ആയിരിക്കും അല്ലേ? സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
മാച്ച് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് അല്ലേ, സഹിവാളിന്റെയും ഗീറിന്റെയും ക്യാരക്ടേഴ്സ് നോക്കാം. സഹിവാള്, സിന്ധി, ഗീർ, സഹിവാൾ അല്ലെ നോക്കാം. 2 സഹിവാളുണ്ട്. അപ്പൊ നോക്കാം, സിന്ധി നമുക്കിതിൽ ഏതിലായിട്ട് ബന്ധപ്പെടുത്താടാ? സിന്ധിയെ നമുക്ക് ഡാർക്ക് റെഡ് ഇൻ കളർ, ലൂസ് സ്കിൻ, അതുപോലെ ഗീർ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അല്ലേ. ഗീർ നമുക്ക് ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. 3 1 വരുന്ന ഏതെണ്ണം ഉണ്ടാ? ഒരെണ്ണം എ ആണ് ഉത്തരം അല്ലേ. അപ്പോൾ 1 3 തന്നെ ആയിരിക്കും. സഹിവാൾ എന്ന് പറയുമ്പോൾ ലൂസ് സ്കിൻ നമ്മൾ കണക്ട് ചെയ്തു, ശരിയാണ്. 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2 തന്നെയാണ്. സിന്ധി ഡാർക്ക് റെഡ് ഇൻ കളർ, ശരിയാണ്. അതുപോലെ എന്താണ്, സഹിവാളിന് മാസീവ് ഹമ്പും ഉണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഏതായിരിക്കും നമുക്ക്? എ ആയിരിക്കും അല്ലേ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കണം. അപ്പൊ നമ്മുടെ പ്രസ്താവന ചോദ്യങ്ങൾ കഴിഞ്ഞില്ല, ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷയിൽ വരും കേട്ടോ. അപ്പൊ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കാര്യം നടക്കത്തുള്ളൂ. പരീക്ഷ എഴുതി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഒറിജിൻ ഓഫ് സഹിവാൾ ഏതാ? നമുക്കറിയാം. ഏതാണ്? മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ അല്ലേ, നമുക്കറിയാം. അതുപോലെ സഹിവാൾ ഈസ് അതർവൈസ് കാൾഡ് എന്നറിയപ്പെടും. സഹിവാളിനെ നമ്മൾ ലോല എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ മിൻകോമറി എന്ന് വിളിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ബോത്ത് എ ആൻഡ് സി ആണ് ഉത്തരം. ഡാഷ് ഓൺ ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബീഡ് ആണ്. നമുക്കറിയാം സഹിവാളാണ് ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബീഡ് അല്ലേ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഉത്തരം പറയാം. ലൂസ് സ്കിൻ, വോളൂമിനസ് ഡ്യൂലാപ്പ് ആൻഡ് പെൻഡുലർ ഷീത്ത് ബുൾസ്, മാസീവ് ഹമ്പ്, ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് 3 ഇഞ്ച്. ഏതാണ് ഉത്തരം? ആരാണ്? സഹിവാളാണ് ഉത്തരം അല്ലേ, സഹിവാളാണ് ഉത്തരം. അതുപോലെ ആവറേജ് മിൽക്ക് ഈൽഡ് ഓഫ് സഹിവാൾ 2500 കിലോഗ്രാം പെർ ലാക്ടേഷൻ ആണ്. നമുക്കറിയാം. ഒറിജിൻ ഓഫ് റെഡ് സിന്ധി എവിടെയാണ്? സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ. ഇതാണ് വേറൊരു പേരുണ്ട്, കമന്റ് ചെയ്യും. ഞാൻ ഒരു പേരോടെ പറഞ്ഞു തന്നില്ലേ, പാകിസ്ഥാനിലുള്ള എന്താണ്? കമന്റ് ചെയ്യണം, ഇപ്പൊ കമന്റ് ചെയ്യണം കേട്ടോ, മറന്നുപോയില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നോക്കാം, സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ, ഇവിടെ നമുക്ക് ഒറിജിനൽ റെഡ് സിന്ധി. അതുപോലെ നോക്കാം, മീഡിയം സൈസ്, ഹെവി ഹമ്പ്, വോളൂമിനസ് ഡ്യൂലാപ്പ്, ഏതാ പറയുന്നേ? തിക്ക് ഹോൺസ് ആൻഡ് എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിന്റ്സ്. ആരാണ്? സിന്ധിയാണല്ലേ ഉത്തരം. ഏതാണ്? സിന്ധിയാണ് ഉത്തരം. അതുപോലെ ലാക്ടേഷൻ എത്രയാണ്? പറ, കമന്റ് ചെയ്യടാ. നിങ്ങൾക്ക് അറിയാലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 2000 ചോദ്യങ്ങൾ, 2000 കിലോഗ്രാം പെർ ലാക്ടേഷൻ. അതുപോലെ ഡാഷ് ഈസ് കൺസിഡർഡ് ദ മോസ്റ്റ് എക്കണോമിക്കൽ അല്ലേ, എക്കണോമിക്കൽ പ്രൊഡ്യൂസർ ആരാണ്? സിന്ധിയാണല്ലേ. ആരാണ്? സിന്ധിയാണ്, മറന്നു പോകരുത്. അതുപോലെ ഒറിജിൻ ഓഫ് ഗീർ, ഗീറിന്റെ ഒറിജിൻ എവിടെയാണ്? ഗുജറാത്തിലാണ്. കത്തിയവാർ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത് ആണ് ഗീറിന്റെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ഗീർ ഈസ് അതർവൈസ് നോൺ ആസ്, എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഗീറിന്റെ മറ്റൊരു പേര്? എല്ലാ പേരും ഉണ്ടല്ലേ, കത്തിയവാരി, ദേശൻ, ബോധാലി, ഇതെല്ലാം വരുന്നുണ്ട്. അതുപോലെ ലോങ് പെൻഡുലസ് ഇയേഴ്സ്, കാർഡ് ലൈഫ്, യെസ് കിട്ടി. കാർഡ് ലൈഫ് ലീവ് എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുന്ന ഗീറിന്റെ ക്യാരക്ടർ ആണല്ലേ. കിട്ടിയില്ലേ? ഞാൻ പറയുന്നതിന് മുന്നേ എത്ര പേര് ഉത്തരം പറയണം നോക്കട്ടെ. മിടുക്കൊണ്ടേ കമന്റ് എന്നെ തോപ്പിക്ക്, കമോൺ. അടുത്ത ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ്, കമന്റ് ചെയ്യണ. ആരാണ്? യെസ്, ഗീറാണ് അല്ലേ, ഗീറാണ്. അതുപോലെ ആവറേജ് ലാക്ടേഷൻ ഓഫ് ഗീർ എത്രയാണ് ഗീറിന്റെ ലാക്ടേഷൻ? 1700 കിലോഗ്രാം പെർ ലാക്ടേഷൻ അല്ലേ. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെദർ കവറിംഗ് ദ എൻറ്റയർ ബോഡി ഓഫ് ചിക്കൻ എന്താണ്? പ്ലൂമേജ് ആണ്. പ്ലൂമേജ് മറന്നു പോകരുത്, കഴിഞ്ഞ ഒരു റിവിഷനാണ്. അതുപോലെ ഓടുമൻ ഔട്ട്, ഡിയോണി, കങ്കായം, ഹരിയാന, താർപ്പാക്കർ. ഏതാണ് ഓടുമൻ? ആരാണ്? കങ്കായമാണല്ലേ, കങ്കായം. ബാക്കിയെല്ലാം നമുക്ക് എന്താണ്? ഡ്യുവൽ പർപ്പസ് ആണ്. അല്ലെ, സിന്ധിയുടെ കളർ എന്താണ്? വൈറ്റ് വിത്ത് എന്താണ്? ഡാർക്ക് റെഡ് ആണ്. ഏതാണ്? ഡാർക്ക് റെഡ് ആണ് സിന്ധിയുടെ കളർ അല്ലേ, നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് തരും. പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷ കോംപ്രിഹെൻസീവ് ആകത്തില്ല, സൂപ്പറായിട്ട് നമുക്ക് പരീക്ഷ എഴുതണം അല്ലേ. പരീക്ഷ നിങ്ങൾ തകർക്കൂലേ? തകർക്കണം പിള്ളേരെ, തകർക്കണം. തകർത്ത് കഴിഞ്ഞാൽ സഹകാരി റേസ് പ്ലസിന്റെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ സമയത്ത് അല്ലെങ്കിൽ റിസൾട്ട് വന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു സഹകാരിയിൽ എൻ്റെ ഒരു ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഒരാളിനെ പോലും കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് നമ്മളെ കാണാൻ വന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ നമുക്ക് വയനാട്ടിൽ നിന്ന് നമ്മുടെ മിഥുൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്ന് നമ്മുടെ നിഷ, അതുപോലെ 1ാം റാങ്ക് മേടിച്ച അജേഷ് ലാല്, പിന്നെ നമ്മുടെ മുബീന, അങ്ങനെയുള്ള ആൾക്കാരെ കാണും. കുറച്ചധികം ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വന്നായിരുന്നുള്ളൂ. അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് അങ്ങ് മിസ്സായി പോയിട്ടുണ്ട്. എന്തായാലും ഇനി നിങ്ങൾ 1ാം റാങ്കിലേക്ക് വാങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് വാങ്ങുമ്പോഴത്തേക്കും സഹകാരി റേസ് പ്ലസിന്റെ ടീം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഇതുപോലെയല്ല, ഇതിനേക്കാളും മനോഹരമായ ഗ്ലാസ് ട്രോഫിയുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതിനേക്കാൾ ഉപരി ആ ട്രോഫി ഒന്നും അല്ലല്ലേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫോട്ടോയിലെ ഒരുപാട് പേര് ആദ്യത്തെ സൈൻ, സർക്കാർ ഓഫീസിൽ ചെന്ന് ആദ്യത്തെ ഒപ്പിടുന്ന ആ ഒരു നിമിഷം, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി ഉറക്കമളച്ച, നിങ്ങൾക്ക് വേണ്ടി വെയിൽ കൊണ്ട നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെ കയ്യിൽ സർക്കാർ മുദ്ര പതിപ്പിച്ച അഡ്വൈസ് മെമ്മോ വാങ്ങി വെച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുക. അങ്ങനെ നിരന്തരം സ്വപ്നം കണ്ട ഏകദേശം 300 പേരാണ് കഴിഞ്ഞ പരീക്ഷയുടെ സഹകാരി റേസ് പ്ലസിലൂടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ കേരളത്തിന്റെ 14 ജില്ലകളിൽ ഇപ്പോൾ ജോലി പ്രവേശിച്ചിരിക്കുന്നത്. അതിലൊരാളാകാൻ, ഇനി വരുന്ന പരീക്ഷയിൽ നിന്ന് അതിലൊരാളാകാൻ വേണ്ടി നിങ്ങൾ ആ സ്വപ്നം കണ്ടു തുടങ്ങുക. അത് സാധ്യമായിട്ട് വരും. നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നാളെ ഇതുവരെ ചെയ്യാത്ത ഒരു വർക്കിലേക്ക് പോകാൻ പോവുകയാണ്. ആ ഒരു പേസിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ആയിട്ട് വരും. 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പോകാം. ആ ഒരു യാത്രയുടെ എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും വിജയത്തിനോടൊപ്പം തന്നെയായിരിക്കും. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. താങ്ക് യു.